ഈ മണി ലോണ്ടറിങ് നടക്കുന്ന ഒരു ഏരിയയാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. കുണ്ടീസ്, ഹവാല, കുഴൽപ്പണം. 1 മണിക്കൂർ കൊണ്ട് ഈ ഫണ്ട് അവിടെ UAE എത്താമെങ്കിൽ അവരുടെ നെറ്റ്വർക്കിന്റെ ബലം എന്താണ്? ഇറ്റ്സ് എ ഹ്യൂജ് നെറ്റ്വർക്ക്. ദുബായ് റിയൽ എസ്റ്റേറ്റ് ഇസ് എ സേഫസ്റ്റ് പ്ലേസ് ഫോർ ഇൻവെസ്റ്റ് യുവർ മണി ആൻഡ് ഡബിൾ യുവർ മണി. ഇറ്റ് ഈസ് നോട്ട് എ പ്ലേസ് ഫോർ ഇൻവെസ്റ്റ് യുവർ ബ്ലാക്ക് മണി. ദുബായിൽ ഇത്തരത്തിൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത 10,000-കണക്കിന് ആളുകൾക്ക് ഇതിനോടകം തന്നെ ഇൻകം ടാക്സ് നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. പകൽ സമയത്ത് 55 ലക്ഷം പോപ്പുലേഷനും രാത്രി സമയങ്ങളിൽ 40 ലക്ഷം പോപ്പുലേഷനാണ് UAE. റെഡിമെയ്ഡ് ആയിട്ട് നിൽക്കുന്ന ഈ പ്രോപ്പർട്ടീസ് മേടിക്കുന്നത് ഗുഡ് ഒരു അല്ല, ഇൻവെസ്റ്റ്മെന്റ്. നല്ലൊരു റെഡിമെയ്ഡ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് ദുബായിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളാൻ ഞാൻ പറയുള്ളൂ. കാരണം 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് ഈ പ്രോപ്പർട്ടിക്ക് എത്ര ക്യാപിറ്റൽ അപ്രീഷിയേഷൻ പോകും, എന്ത് റിട്ടേൺ കിട്ടും, എന്ത് പ്രോഫിറ്റ് കിട്ടും, ഇത് മാത്രമാണ് റിച്ച് ആളുകൾ ശ്രദ്ധിക്കുന്നത്. ഇനി എങ്ങനെ അവൻ്റെ പൈസ കൂട്ടാം എന്നുള്ളതാണ് അവൻ ചിന്തിക്കുന്നത്. പ്ലേസിന് നമ്മളൊരു പ്രൈസിങ് ഇടുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്, എന്തൊക്കെയാണ് അതിനൊരു വാല്യൂ കൂട്ടുന്നത്. ദുബായിലൊരു പ്രോപ്പർട്ടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ 99 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ആവില്ല. കേരള റിയൽ എസ്റ്റേറ്റിൽ വലിയ കുതിച്ചുചാട്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ NH-66 പണി നടക്കുന്നുണ്ട്. ഇതിന്റെ പരിസരത്തുള്ള മുഴുവൻ ലാൻഡുകളും പല കുത്തക മുതലാളിമാരും കീഴടക്കി കഴിഞ്ഞു. സ്ഥലങ്ങൾക്ക് ചില സമയത്ത് വില കൂടും, ചില സമയത്ത് വില കുറയും. ഏതെങ്കിലും ആൾക്കാർ ഇതിന്റെ പിന്നിലുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്. സോ കേരളത്തിൽ ഇനി ക്രൗഡ് വരാൻ പോകുന്ന ഒരു ടോപ്പ് 5 ലൊക്കേഷൻസ്. ഹായ് ഗായ്സ്, വെൽക്കം ടു സോറ പ്രസൻസ് പിങ്ക്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനെ പറ്റിയിട്ടാണ്. ഇപ്പം ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്ന ആരായാലും ഒരു പ്രോപ്പർട്ടി സെല് ചെയ്യാനോ ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ നോക്കുന്നുണ്ടെങ്കിൽ ഈ പോഡ്കാസ്റ്റ് വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് വളരെയധികം ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല എന്നുള്ളത്. അതിൻ്റെ സത്യാവസ്ഥകൾ എന്തൊക്കെയാണ്, അതിനെ പറ്റിയിട്ടുള്ള റിയാലിറ്റി എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ഡ്രീം ലാൻഡ് റിയാലിറ്റിയുടെ ഫൗണ്ടറായ വിമൽ വിദ്യാധരൻ. ഹായ്, ഹായ്, ഹൗ ആർ യു? ഫൈൻ. സോ നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് ഈ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുമ്പം. ഏറ്റവും ആദ്യം ആൾക്കാർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മണി ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് മണി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡ് കാണുന്ന ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ടാവാം. സോ ഈസ് ഇറ്റ് ദാറ്റ് ഈസി റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ടഫാണ്? റിയൽ എസ്റ്റേറ്റ് എന്ന് മാത്രമല്ല, നമ്മൾ ആത്മാർത്ഥമായിട്ട് ഏത് പ്രൊഫഷൻ ചെയ്താലും അതിൽ നിന്ന് കാശ് ഉണ്ടാക്കാൻ പറ്റും. റിയൽ എസ്റ്റേറ്റിൽ നിന്ന് അങ്ങനെ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമൊന്നും നിലവിലില്ല. പക്ഷേ നമ്മുടെ ഒരു കോടീശ്വരന്മാരുടെ ശതപട്ടിക ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കിയിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റുകാരാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ലോകം ഭരിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്ക ഭരിക്കുന്ന ആരാണ്? ഡൊണാൾഡ് ട്രംപാണ്. ട്രംപിൻ്റെ ബിസിനസ് എന്താണ്? റിയൽ എസ്റ്റേറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് റിയൽ എസ്റ്റേറ്റുകാരെ നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ വേണ്ട, ഈ വീഡിയോ കാണുന്ന, ഈ പോഡ്കാസ്റ്റ് കാണുന്ന ആളുകൾ അവരുടെ ലോക്കലുള്ള കാശുകാരെടുത്ത് നോക്കിയാൽ മതി, അവരും റിയൽ എസ്റ്റേറ്റുകാർ തന്നെ ആയിരിക്കും. അത് ഭൂമിയും പണവും തമ്മിലുള്ളൊരു ബന്ധം കൊണ്ട് അങ്ങനെ ആയി പോകുന്നതാണ്. അല്ലാതെ അത് ഒരു ഈസി ടാസ്ക് ഒന്നുമല്ല. എന്നാൽ റിയൽ എസ്റ്റേറ്റ് ചെയ്ത് നഷ്ടപ്പെട്ട് നഷ്ടങ്ങൾ വന്ന് ആത്മഹത്യ ചെയ്ത ഒരുപാട് ആളുകളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം ഇതേപോലെ ഈസി അല്ല എന്ന് പറയുമ്പം അതിൻ്റെ ഒരു ടഫ് പോയിന്റ്സ് ഉണ്ടാവുമല്ലോ. ഉം. ടു ബിഗിൻ വിത്ത് എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ഫേം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് കിടക്കാനുണ്ടാവുന്ന കുറച്ച് ടഫ് പോയിന്റ്സ് ഉണ്ടാവുമല്ലോ. സോ വാട്ട് ഇറ്റ് ഈസ്? അത് ഏതൊരു പ്രൊഫഷനിലും ഉണ്ടാവുന്ന പോലെ തന്നെ ഒരു ടഫ് പോയിന്റ് തന്നെ നമുക്കും ഉണ്ടാവും. അതിൽ ആദ്യം നമുക്ക് കോണ്ടാക്റ്റ് കിട്ടുക, കണക്ഷൻ കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതെല്ലാവർക്കും എളുപ്പത്തിൽ സാധ്യമാവണമെന്നില്ല. പിന്നെ ആദ്യത്തെ ഒരു സെയിൽ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ആക്സിഡൻ്റലായിരിക്കും. അത് പിന്നെയും നമ്മളുടെ കസ്റ്റമേഴ്സ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പിന്നെയും പ്രോപ്പർട്ടികൾ വാങ്ങുമ്പോഴാണ് നമ്മൾ സക്സസ് ആയെന്ന് പറയുക. അപ്പോൾ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. ആ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ അത് നിലനിർത്തുക, വർഷങ്ങളോളം നിലനിർത്തുക എന്ന് പറയുന്നതാണ് റിയൽ എസ്റ്റേറ്റിൻ്റെ ഏറ്റവും ഒരു ബേസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും ഈ ഇൻഡസ്ട്രിയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മാൻ എന്ന് പറയുന്നതിൻ്റെ റോൾ എന്താണ്? റിയൽ എസ്റ്റേറ്റ് പല റോളുകളുണ്ട്. റിയൽ എസ്റ്റേറ്റിൽ ഇപ്പോൾ ഡെവലപ്പേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, റിയൽ എസ്റ്റേറ്റിൽ തന്നെ ബ്രോക്കർ ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റിൻ്റെ കോർ പോയിന്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെയിലിംഗ് ആണ്.
അപ്പോൾ ഏറ്റവും നല്ലൊരു സെയിൽസ്മാൻ, ഏറ്റവും നല്ല ഒരു മാർക്കറ്റ് കണ്ടെത്തി സെയിൽസ് നടത്തുന്നവനാണ് യഥാർത്ഥ ഒരു ഒരു റിയൽ എസ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ ഡെവലപ്പർ ആയാലും ശരി, ഇൻവെസ്റ്റർ ആയാലും ശരി, ബ്രോക്കർ ആയാലും ശരി, ആ ഒരു മാർക്കറ്റ് കണ്ടെത്തി കച്ചവടം നടത്താൻ അറിയുന്നവനാണ് യഥാർത്ഥ ഒരു റിയൽ എസ്റ്റേറ്റുകാരനാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഈ കച്ചവടം നടക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പെട്ടെന്ന് ഒരു ഈസി പ്രോസസ് ആയിട്ടുള്ള പരിപാടിയല്ലല്ലോ. സോ എങ്ങനെ ആക്ച്വലി ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്മാൻ ആക്ച്വലി പൈസ ഏൺ ചെയ്യുന്നത്? അത് ഞാൻ പറയാം, പൈസ ഏൺ ചെയ്യുന്നത് പല രീതിയിൽ. ഇപ്പം ഞാൻ ചെയ്യുന്നത് കൂടുതലും ബ്രോക്കറേജ് ആണ്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് വാങ്ങിക്കുന്ന പ്രോപ്പർട്ടികൾ സജസ്റ്റ് ചെയ്ത് കൊടുത്ത് കമ്മീഷൻ ബേസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡെവലപ്പ് ചെയ്ത് ഒരു പ്ലോട്ടൊക്കെ വാങ്ങിച്ച് ഡെവലപ്പ് ചെയ്ത് വിറ്റ് കാശ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക, ലാഭത്തിന് വാങ്ങിക്കുക, നല്ല ലാഭത്തിന് വിൽക്കുക. ഇതുതന്നെയാണ് അതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ കൃത്യമായിട്ടുള്ള മാർക്കറ്റ് സ്റ്റഡി വേണം. നമ്മൾ തട്ടിപ്പിലോ വെട്ടിപ്പിലോ പോയി ചാടാതിരിക്കണം. കൃത്യമായിട്ടുള്ള നമ്മളുടെ നിയമങ്ങളിൽ ഉള്ള അവബോധം വേണം. നിയമങ്ങൾ അറിയാതെ ചതികളിൽ ഒക്കെ പോയി പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മളൊരു കൃത്യമായ നിയമങ്ങൾ അറിഞ്ഞ് മാർക്കറ്റിൻ്റെ അടുത്ത ചലനം എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും ഒരു എൻട്രി പ്ലാനും എക്സിറ്റ് പ്ലാനും ഒക്കെ വെച്ചിട്ടുള്ളൊരു ഒരു രീതിയാണ് എപ്പോഴും റിയൽ എസ്റ്റേറ്റിൽ നല്ലൊരു ഇൻവെസ്റ്ററേയും നല്ലൊരു മണി മേക്കറേയും സൃഷ്ടിക്കുന്നത്. ഈ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാ ഈ ഒരു ബിസിനസ്സിൽ വരുന്നത്? റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചു, റിയൽ എസ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു മണി തന്നെയാണ്. അല്ല, പറയാൻ പറ്റില്ല. ഈ ഭൂമി എന്ന് പറയുന്നത് കാശ് തന്നെയാണ്. അപ്പോൾ അവിടെ ഈ പണം എന്ന് പറയുന്നത് ഒരു ലഹരിയാണ്. ലഹരി എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ ഏതോ ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയിലൊരു ഡയലോഗ് ഉണ്ടല്ലോ, പെണ്ണിനും മദ്യത്തിനും നൽകാത്ത ഒരു ലഹരി പണത്തിന് നൽകാൻ പറ്റുമെന്ന് പറയുന്നുണ്ടല്ലോ. ഈ ഒരു ലഹരി തന്നെ സത്യത്തിൽ റിയൽ എസ്റ്റേറ്റിലും കിട്ടും. നമ്മൾ സെയിൽസൊക്കെ നടത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ മണി മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ലഹരിയായിട്ട് മാറും. ആ ലഹരി നമ്മളെ അഡിക്റ്റഡ് ആക്കി തുടങ്ങുന്ന നിമിഷം റിയൽ എസ്റ്റേറ്റ് തകർച്ചയിലേക്ക് പോകും. അങ്ങനെയാണ് പലരും തകർച്ചയിലേക്ക് പോകുന്നത്. അപ്പോൾ അത് പണം നമ്മളെ വിഴുങ്ങാതെ, റിയൽ എസ്റ്റേറ്റ് നമ്മളെ വിഴുങ്ങാതെ അതിനെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ പഠിക്കണം. ഇപ്പം ഒബ്വിയസ്ലി റിയൽ എസ്റ്റേറ്റിൽ വളരെ യങ് ഏജിൽ കയറിയ ഒരാളാണ് വിമൽ അതെ. എന്നാണ്. സോ ആരുടെയെങ്കിലും ഒരു ലൈഫ് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു സക്സസ് സ്റ്റോറി പറയാനുണ്ടാവും വിമലിന്. വാട്ട് ഇസ് ഇറ്റ്? എനിക്ക് സക്സസ് സ്റ്റോറി എന്നല്ല, എൻ്റെ ഒരു റിയൽ സ്റ്റോറി എന്ന് തന്നെ പറയാൻ പറ്റും. ഞാൻ എറണാകുളം ലോ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് റിയൽ എസ്റ്റേറ്റിലേക്ക് കടന്നു വരുന്നത്. അതായത് ഒരു 17.5 വയസ്സിൽ 18 വയസ്സിൽ റിയൽ എസ്റ്റേറ്റിലേക്ക് കടന്നു വന്നു. അപ്പോൾ ആ പഠനത്തിൻ്റെ ഒപ്പം ഒരു ചെറിയ പോക്കറ്റ് മണി കണ്ടെത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് റിയൽ എസ്റ്റേറ്റ് തുടങ്ങുന്നത്. നമ്മൾ സാധാ രീതിയിൽ ലോക്കൽ റിയൽ എസ്റ്റേറ്റ് നാട്ടിലൊക്കെ നടന്ന് ചെറിയ OLXലൊക്കെ ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ചെറിയൊരു റിയൽ എസ്റ്റേറ്റാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. അവിടെ നിന്നാണ് പിന്നീട് ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ സാധ്യതകളെ പറ്റി പഠിക്കുന്നത്. അങ്ങനെയാണ് ഒരു മനുഷ്യനെ പറ്റി കേട്ടറിയുന്നത്. മുംബൈയിലെ ഒരു ചേരിയിൽ ജനിച്ച് വളർന്ന് അവിടുത്തെ ഒരു ദരിദ്ര കുടുംബത്തിൽ വളർന്ന് ഇന്ന് അദ്ദേഹം എത്തി നിൽക്കുന്നത് ദുബായിലെ ഒരു ശതകോടീശ്വര പട്ടികയിലാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് നിങ്ങളെല്ലാം കേട്ട് കാണും, റിസ്വാൻ സാൻ സാർ. സോ അദ്ദേഹത്തിൻ്റെ കഥ എന്നിൽ ഒരുപാട് എന്താ പറയുക, ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കി. റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു സാധ്യതകളും ആർക്കും പറ്റും, അതായത് ഇത്ര താഴെ ഇതിൽ നിന്ന് പോലും ഉയരാൻ പറ്റും എന്നൊരു സ്റ്റോറി അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ നമ്മളുടെ ഒരു ബ്രാഞ്ച് നമുക്ക് കൊച്ചിയിലുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിലതില്ല. അപ്പോൾ കൊച്ചിയിൽ ആ ബ്രാഞ്ചുമായിട്ട് സമീപിച്ചു. അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മൾ ദുബായ് റിയൽ എസ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റി. അദ്ദേഹത്തെ നേരിട്ട് കാണാമെന്ന് മാത്രമല്ല, നമ്മളുടെ വലിയൊരു എന്താ പറയുക, ഒരു മോട്ടിവേഷൻ മാത്രമല്ല, നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ തന്ന് നമ്മളുടെ ഒരു മെൻറ്ററായിട്ട് അദ്ദേഹം മാറി. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നൊക്കെ തുടങ്ങിയ ഒരു സ്റ്റോറി അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, മുംബൈയിലെ ഒരു ചേരിയിൽ നിന്ന് അദ്ദേഹത്തിന് ഇവിടെ എത്താൻ പറ്റുമെങ്കിൽ, എൻ്റെ അച്ഛനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ മകനായ എനിക്കും ആ ഒരു ലെവലിലേക്ക് എത്താമെന്ന ഒരു തോട്ട്, അതാണ് പിന്നീട് ദുബായ് റിയൽ എസ്റ്റേറ്റിലേക്കും റിയൽ എസ്റ്റേറ്റിനെ പിന്നെ ഒരു ലെവലിലേക്കും ഞാൻ കാണാനായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തത്. ഇപ്പം വിമൽ ഏറ്റവും കൂടുതൽ ഇപ്പം വർക്ക് ചെയ്യുന്നതും ഫേമും ഇപ്പം ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ദുബായിലാണ്. അതെ. സോ ലെറ്റ്സ് കുറേ ആൾക്കാർക്ക് ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഒരു പ്രോപ്പർട്ടി മേടിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാൾക്കാർ കാണുന്നുണ്ടാവും. അപ്പം നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് കടക്കാം. ഇപ്പം വിമൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റിയിൽ ചോദിക്കുന്ന ഒരു കാര്യം കേട്ടോ. അതായത് ഈ ഗോൾഡൻ വിസ എന്ന് പറയുമ്പം നമ്മൾ ഈ പൊതുവേ ദുബായ് ഗവൺമെൻറ് ഈ ടാലൻസിന് കൊടുക്കുന്നതാണ് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ ഒരു പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ടുള്ള റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വേറൊരു കാര്യം കൂടെ എൻ്റെ ശ്രദ്ധയിൽ വിട്ടു. അതായത് ഗോൾഡൻ വിസ എന്ന് പറയുന്നതും റിയൽ എസ്റ്റേറ്റും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന്. ഈസ് ദാറ്റ് ട്രൂ? ദുബായ് എന്ന് പറയുന്ന രാജ്യം, അവിടുത്തെ ഒരു പോപ്പുലേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 8% ആളുകൾ മാത്രമാണ് അവിടുത്തെ സിറ്റിസൺ ഉള്ളൂ. എംറൈറ്റി എന്ന് പറയുന്ന അവരുടെ ഒരു കാറ്റഗറി ആളുകൾ അത്രയും 8%. ഉള്ളി 8%.
ബാക്കി 92% പുറത്തുനിന്നുള്ള ആളുകളാണ്. ഐ തിങ്ക് 44 സംതിങ് എങ്ങാണ്ട് ഇന്ത്യൻസ് ഉണ്ട്. ഓക്കെ. അത്രയധികം ഇന്ത്യൻസ് ആണ്. അതായത് അവിടുത്തെ ആളുകളേക്കാൾ കൂടുതൽ ഇന്ത്യൻസ് ആണ്. പക്ഷേ ഇവർക്കൊന്നും സിറ്റിസൺഷിപ്പ് കൊടുക്കാനുള്ള ഒരു സാധ്യത അവിടെ ഇല്ല. ഇപ്പോൾ യുകെയിലോ കാനഡയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് കിട്ടും. പക്ഷേ നമ്മളുടെ മിഡിൽ ഈസ്റ്റ് പോലെയുള്ള രാജ്യങ്ങളിൽ സിറ്റിസൺഷിപ്പ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഉം. അപ്പോൾ അതിന് പകരമായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്ന സാധനമാണ് എന്ത് പറയുന്നത്, ഈ ഗോൾഡൻ ഗോൾഡൻ വിസ എന്ന് പറയുന്നത്. ഈ ഗോൾഡൻ വിസ എന്ന് പറയുന്ന ആ വിസയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നല്ല നല്ല ആളുകളെ, നല്ല നല്ല നമ്മളുടെ ദാദാഭായ് നവറോജിയുടെ ഒരു സിദ്ധാന്തമുണ്ട്, ബ്രെയിൻ ട്രെയിൻ തിയറി. നല്ല നല്ല തലകളെ വിദേശത്തേക്ക് കടത്തുക. അതുപോലെ അവരുടെ ഒരു നല്ല നല്ല തലകളെ, നല്ല നല്ല കഴിവുള്ള ആളുകളെ അവർക്ക് വേണം. അതിനുവേണ്ടി അവർ അവതരിപ്പിച്ച സാധനമാണ് ഗോൾഡൻ വിസ. അപ്പോൾ ആ ഗോൾഡൻ വിസ കിട്ടാനായിട്ട് പല പല ക്രൈറ്റീരിയസ് ഉണ്ട്. ഇപ്പം നല്ലൊരു സിനിമാ നടനാണെങ്കിൽ അയാൾക്ക് കിട്ടും, നല്ലൊരു ഡോക്ടറാണെങ്കിൽ കിട്ടും, നല്ലൊരു നേഴ്സാണെങ്കിൽ കിട്ടും. അപ്പോൾ നല്ല നല്ല കഴിവുള്ള എല്ലാവർക്കും അവർ ഈ ഗോൾഡൻ വിസ കൊടുത്ത് ആ രാജ്യത്ത് പിടിച്ചു നിർത്താനായിട്ട് നോക്കും. അപ്പോൾ അതിനകത്ത് വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് 2 മില്യൺ എന്ന് പറയുന്ന, 2 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മില്യൺ AD എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസ് ഏകദേശം 4,50,00,000 രൂപ. ഈ 4,50,00,000 രൂപയുടെ ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കും ഇപ്പോൾ നിലവിൽ ഗോൾഡൻ വിസ കിട്ടും. അത് 2 മില്യൺ 100% ഇൻവെസ്റ്റ് ചെയ്യേണ്ട. 2 മില്യൻ്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ ബുക്ക് ചെയ്യുക, അതായത് 20% ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് അവിടുത്തെ ഗവൺമെൻറ് രജിസ്ട്രേഷൻ ഫീസായ 4% DLD എന്നാണ് പറയുക. അതടച്ച് രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ എലിജിബിലിറ്റി ഫോർ ഗോൾഡൻ വിസ. അതിനുശേഷം അവരുടെ മറ്റ് പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഗോൾഡൻ വിസ എല്ലാവർക്കും കിട്ടും. നമ്മളുടെ ഒരുപാട് സെലിബ്രിറ്റീസ് ഇപ്പോൾ ദുബായ് ഗോൾഡൻ വിസ കിട്ടിയിട്ടുണ്ട്. പലരുടെയും വിചാരം എന്ന് പറയുന്നത് അവരുടെ ആക്ടിങ്ങോ അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടാണ്, ടാലന്റ്. ടാലൻ്റൊക്കെ കണ്ടിട്ടാണ് ഗോൾഡൻ വിസ കിട്ടുക. അത് കിട്ടിയിട്ടും ഒരുപാട് ആൾക്കാർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ മെജോറിറ്റി ഓഫ് ദി ആളുകൾക്കും കിട്ടിയിരിക്കുന്നത് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ്. വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് ടാലൻറ്റ് കണ്ടിട്ട് ഗോൾഡൻ വിസ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ അതിലും കുറച്ച് ഉഡായിപ്പും തട്ടിപ്പൊക്കെ നടത്തിയതിന് ശേഷം, ഇപ്പോൾ നിങ്ങൾ വാർത്തകൾ കണ്ടിട്ടുണ്ടാവും, കുറച്ചധികം അത്തരത്തിലുള്ള തട്ടിപ്പുകൾ ദുബായ് ഗവൺമെൻറ് കണ്ടുപിടിച്ചതിന് ശേഷം ഇപ്പോൾ അങ്ങനെ ടാലൻറ്റ് നോക്കിയിട്ട് ഇപ്പോൾ ഗോൾഡൻ വിസ കൊടുക്കുന്ന സംവിധാനം ഇല്ല, കുറവാണ്, വളരെ കുറവാണ്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഇപ്പോൾ ഗോൾഡൻ വിസ കിട്ടാനായിട്ടുള്ള ഒരു വഴിയെന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിൻ്റെ 20% ഡൗൺ പേയ്മെൻറ്റും 4% DLDയും അടയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ. സോ ഇപ്പം ഇതിൽ തന്നെ ഒരുപാട് എന്താ പറയാ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വിമൽ മെൻഷൻ ചെയ്തു. സോ ഐ ജസ്റ്റ് വാണ്ട് ആസ്ക് ദാറ്റ് ഇപ്പം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ മണി ലോണ്ടറിങ് നടക്കുന്ന ഒരു ഏരിയ ആണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ബ്ലാക്ക് മണി നമുക്ക് വൈറ്റ് ആക്കാൻ പറ്റും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ആക്ച്വലി അത് ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ ദുബായ് റൂളൊക്കെ അനുസരിച്ച് ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് എത്രത്തോളം എഫക്റ്റ് ചെയ്യും? ഇത് വളരെ സെൻസേഷണലായ ഒരു ടോപ്പിക്കാണ് ഈ ബ്ലാക്ക് മണി വൈറ്റ് മണി എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ ദുബായ് റിയൽ എസ്റ്റേറ്റിലേക്ക് കടക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യം പറയാനുള്ളൊരു കാര്യവും ഈ പറയുന്ന ഒരു മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. സോ നിങ്ങളെല്ലാവരും കേട്ട് കാണും, ദുബായ് എന്ന് പറയുന്നത് മണി ലോണ്ടറിങ്ങിന് പേരുകേട്ടൊരു സ്ഥലമായിരുന്നു. യെസ്. UAE എന്ന് പറയുന്നത് മണി ലോണ്ടറിങ്ങിന് വളരെ പേരുകേട്ട സാധ്യതയാണ്. അപ്പോൾ അവിടെ ലക്ഷറി വാച്ചുകളാണെങ്കിലും ലക്ഷറി കാറുകളാണെങ്കിലും ലക്ഷറി വില്ലകളാണെങ്കിലും, ഇപ്പോൾ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ വില എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ റുപ്പീസ് പറയുകയാണെങ്കിൽ 1.5 കോടിയുടെ അപ്പാർട്ട്മെൻറ്റ് വേണോ, എനിക്ക് തരാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ 1,700 കോടി രൂപയുടെ അപ്പാർട്ട്മെൻറ്റ് വേണോ, എനിക്ക് തരാൻ പറ്റും. അപ്പോൾ പണത്തിന് വലിയ വിലയൊന്നും അവിടെ ഇല്ല. പക്ഷെ ആ ഒരു സാഹചര്യം മുതലാക്കിക്കൊണ്ട് മണി ലോണ്ടറിങ്ങിൻ്റെ ഒരു സെൻറ്ററായിട്ട്, ഒരു ഹബ്ബായിട്ട്, പ്രത്യേകിച്ച് ടാക്സ് ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഹബ്ബായിട്ട് തന്നെ ദുബായ് പേര് കേട്ടിരുന്നു. എന്ന് വരെ എന്ന് ചോദിച്ചാൽ 2024 കഴിഞ്ഞ വർഷം വരെ ആയിരുന്നു. കഴിഞ്ഞ വർഷത്തിന് ശേഷം ചില സംഭവങ്ങൾ ദുബായിൽ സംഭവിച്ചു. അതറിയാതെ ഇപ്പോഴും ദുബായിലേക്ക് ഇത്തരത്തിൽ ഫണ്ട് അയക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാം ഇന്ന് ഇന്ത്യയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഇൻകം ടാക്സ് നോട്ടീസ് കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പൂജയ്ക്ക് ദുബായിലേക്ക് പൈസ അയക്കണം, എളുപ്പമാണ്. ജസ്റ്റ് ഒരു ഫോൺ കോളിൽ വീട്ടിൽ വന്ന് ആൾ വന്ന് ഇവിടുത്തെ ഇന്ത്യൻ റുപ്പീസ് കളക്ട് ചെയ്ത് ദുബായിലേക്ക് അവിടെ കൃത്യമായിട്ട് ദർഹമൊക്കെ എത്തിക്കുന്ന ആളുകളുണ്ട്. പണ്ടും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. ഇതിനെ നമ്മൾ ഹുണ്ടീസ് എന്നും അല്ലെങ്കിൽ ഹവാല എന്നും അല്ലെങ്കിൽ കുഴൽപ്പണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെ അതെ ഇതാണ് ആ രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പേരുകേട്ട ഒരു സ്ഥലം തന്നെയായിരുന്നു ഈ ദുബായ്. 2022 ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു 39ഓളം രാജ്യങ്ങളുടെ ഒരു സംഘടനയാണ്. അപ്പോൾ ഇവർ ഈ UAE ഗ്രേ ലിസ്റ്റിൽ പെടുത്തി. അതായത് ദുബായ് എന്തിനും എപ്പോഴും നല്ല പേര് കേൾക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം അവർ
ചീത്തപ്പേര് കേൾപ്പിച്ചു. അപ്പോൾ ദുബായ് ഭരണാധികാരികളുടെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചീത്തപ്പേര് കേട്ട് കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് തിരുത്തി ലോകത്തെ നമ്പർ 1 ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കിത് അത്ര അങ്ങ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അവർ ആൻറ്റി മണി ലോണ്ടറിങ് സ്ട്രിക്റ്റ് ആക്കി. 2024 ഈ പറയുന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന് ഇവരൊരു പ്രോമിസ് കൊടുത്തു. അങ്ങനെ പ്രോമിസ് കൊടുത്തിട്ട് ഇന്ന് ദുബായിൽ മണി ലോണ്ടറിങ് വളരെ സ്ട്രിക്റ്റായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. സ്ട്രിക്റ്റ് എന്ന് മാത്രമല്ല, ഇത് പലരും അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ദുബായിലൊരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറെ വിളിച്ചോളൂ. ഇപ്പോൾ ഞാനൊരു ബ്രോക്കറാണ്, ദുബായ് രജിസ്റ്റേഡ് ബ്രോക്കറാണ്. ഞാൻ പറയില്ല, പക്ഷേ ഇത് അറിയാതെ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു ഡെവലപ്പർ വിളിച്ചോളൂ, അവർ പൈസ നിങ്ങൾക്ക് ദർഹമായിട്ട് ദുബായിൽ തന്നാൽ മതി എന്ന് പറയും. നമ്മൾ ഈ പറഞ്ഞ ഹുണ്ടീസ്, ഹവാല ഇവരൊക്കെ വഴി അവിടത്തേക്ക് ഫണ്ട് അയക്കും. ഫണ്ട് അയക്കുന്ന സമയത്ത് ഇവിടെ ഈ AML ഒരു പോർട്ടലുണ്ട്. ഈ AML പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാതെ ഇന്ന് ഒരു ദുബായ് ഡെവലപ്പറും ഇല്ല, ഒരു ദുബായ് ബ്രോക്കറും ഇല്ല. ഇനി ഗോൾഡ് മർച്ചൻറ്റ് അങ്ങനെയുള്ള എല്ലാ കാറ്റഗറി ആളുകളും ഇന്ന് AML സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് അവന് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഡെവലപ്പേഴ്സിൻ്റെയും അല്ലെങ്കിൽ ബ്രോക്കേഴ്സിൻ്റെയും ഒക്കെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആവും. ഇത് ഈ ബ്രോക്കേഴ്സ് അറിയില്ല, അതായത് കമ്പനികളെ അറിയുള്ളൂ. അപ്പോൾ ഇവരെങ്ങനെയെങ്കിലും ഒരു സെയിൽ നടത്താനായിട്ട് പൈസയെങ്കിൽ പൈസ എന്ന് പറഞ്ഞിട്ട് ഈ ഫണ്ട് കളക്ട് ചെയ്യും. ഈ ഫണ്ട് ഇന്ത്യയിൽ നിന്ന് നമ്മൾ ദുബായിൽ എത്തിക്കും. അവിടെ നമ്മൾ ക്യാഷ് കൗണ്ടറിൽ കൊണ്ടുവന്ന് അതായത് നമ്മൾ ഏത് പ്രോപ്പർട്ടിയാണോ മേടിക്കുന്നത് ആ പ്രോപ്പർട്ടിയുടെ ഡെവലപ്പറുടെ കൈ കൊണ്ടുവന്ന് കൊടുക്കും. ഈ കൈ കൊടുക്കുമ്പോൾ ആ അക്കൗണ്ടൻറ്റ് അത് കൃത്യമായിട്ട് AMLൻ്റെ സൈറ്റിൽ കയറി STR സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ആ റിപ്പോർട്ട് ചെയ്ത ശേഷം മാത്രമായിരിക്കും ആ പൈസ എന്ത് ചെയ്യുള്ളൂ, അക്കൗണ്ടിലേക്ക് വിടുത്തുള്ളൂ. അപ്പോൾ ഈ റിപ്പോർട്ട് എങ്ങോട്ടാണ് പോകുന്നത്? ദുബായ് സെൻട്രൽ ബാങ്കിൻ്റെ കീഴിലുള്ള AMLൻ്റെ സൈഡിലേക്കാണ് പോകുന്നത്. ഈ AML സെൻട്രൽ ബാങ്കും ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഫിനാൻഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അതിനകത്ത് 39 രാജ്യങ്ങളുണ്ട്. ഈ 39 രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ കൈമാറണം. മനസ്സിലായോ? ഇന്ത്യയുണ്ട്. ഈ പറഞ്ഞ 39 രാജ്യങ്ങളിൽ ഇന്ത്യയും ഉണ്ട്, UAE ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ വാർത്തകൾ വായിച്ചോ എന്ന് എനിക്കറിയില്ല. ദുബായിൽ ഇത്തരത്തിൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആയിരക്കണക്കിന്, എനിക്ക് 1000 അല്ല 10,000 ആളുകൾക്ക് ഇതിനോടകം തന്നെ ഇൻകം ടാക്സ് നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. പല മുന്നേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ ആളുകൾക്ക് ഡാറ്റ ദുബായ് ഗവൺമെൻറ് തന്നെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ സംവിധാനം വഴി ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ഈ പ്രോപ്പർട്ടി മേടിക്കാനുള്ള ഫണ്ട് നിങ്ങൾ എങ്ങനെയാണ് കൊടുത്തതെന്ന് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കണം. വളരെ ലീഗലായിട്ട് പോയ ആർക്കും ഒരു പ്രശ്നവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇല്ലീഗലായിട്ട് ഇത്തരത്തിലുള്ള ബ്ലാക്ക് മണി ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെല്ലാം ഇപ്പോൾ നിലവിൽ ഇൻകം ടാക്സിൻ്റെ നിരീക്ഷണത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പം മാറ്റാൻ വേണ്ടി അവരെന്ത് ചെയ്യും ഇനി? ഒന്നും ചെയ്യാനില്ല. അവർ അത് ഫൈൻ അടയ്ക്കുക, ടാക്സ് അടയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം ഞാനതാ പറയണത്, നിങ്ങൾ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിയമം പാലിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഉദാഹരണമാണ്. എൻ്റെ കഴിഞ്ഞ വർഷം ഇതേ സമയം 2024 ഇതേ സമയം എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നിരുന്നു. ആ ക്ലയൻറ്റ് അത് നമ്മളുടെ കേരളത്തിൽ നടക്കുന്ന വലിയൊരു മണി ലോണ്ടറിങ് ആണ്. അപ്പോൾ ആ ക്ലയൻറ്റിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലയൻറ്റിൻ്റെ ഒരു 2 ഏക്കർ ഭൂമി വിറ്റു. 2 ഏക്കർ ഭൂമി വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ നാട്ടിലൊരു സംവിധാനമുണ്ട്, മിനിമം വാല്യൂ. ഈ മിനിമം വാല്യൂ കാണിച്ചു കഴിഞ്ഞാലാണ് ആധാരം നടക്കുന്നത്. അപ്പോൾ ബാക്കി എമൗണ്ടോ അത് ബ്ലാക്കാണ്. അതെ. അപ്പോൾ ആ ആധാരം നടന്നതിന് ശേഷം ഇപ്പോൾ ഒരു 2 ഏക്കർ ഭൂമിയുടെ ഇപ്പോൾ അയാൾ ഒരു 20 കോടിക്കാണ് ആ ഭൂമി വിറ്റതെങ്കിൽ ഒരു 2 കോടി രൂപയായിരിക്കും ആധാരത്തിൽ കാണിച്ചിട്ടുണ്ടാവുക. ബാക്കി 18 കോടി രൂപ എന്താണ്? ബ്ലാക്കാണ്. അതാണ് ഇവിടെ കോമൺ ആയിട്ട് ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ മണി ലോണ്ടറിങ് എന്ന് പറയുന്നത് ഈ സംവിധാനമാണ്. ഈ പൈസ ഒന്ന് സേഫ് ആക്കി, ഇന്നിപ്പോൾ സൊസൈറ്റി കൊണ്ടുവന്ന് ഇടാനായിട്ട് എല്ലാവർക്കും പേടിയാണ്. ബാങ്കിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രൂഫ് കാണിക്കണം. അപ്പോൾ വേറെ സംവിധാനങ്ങളില്ല. അപ്പോൾ ഇവർ വന്നിട്ട് ഇത് നമുക്ക് ദുബായിലേക്ക് കടത്താം അല്ലെങ്കിൽ ദുബായിലേക്ക് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ അടുത്ത് ഒരാൾ വന്നിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, ഞാനത് ചെയ്യില്ല എന്ന് തന്നെ പറഞ്ഞു. അന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇതിലും എക്സ്പീരിയൻസ് ഉള്ള ദുബായിൽ ഇതിലും എക്സ്പീരിയൻസ് ഉള്ള ബ്രോക്കേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞു. അയാൾ ഇവിടെ തന്നെയുള്ള വേറൊരു ഏജൻസി വഴി, ഇപ്പം ഞാൻ മാത്രമല്ല ദുബായ് റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നത്, വേറെ ഒരുപാട് ഏജൻസി ഉണ്ട്. അതുപോലെ ഏതോ ഒരു ഏജൻസി വഴി ദുബായിൽ പ്രോപ്പർട്ടി മേടിച്ചു. കഴിഞ്ഞ ആഴ്ച എൻ്റെ വൈഫ് ഒരു അഡ്വക്കേറ്റാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ വളരെ പ്രാവീണ്യമുള്ള ഒരാളാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇദ്ദേഹം യാദൃശ്ചികമായിട്ട് എന്നെ വിളിച്ചു. വിമലെ, നീ അന്ന് പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നു, എനിക്ക് ഇൻകം ടാക്സ് നോട്ടീസ് കിട്ടി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കിട്ടി അപ്പോഴല്ല, 1 ഇയർ, വിത്തിൻ 1 ഇയർ. കഴിഞ്ഞ വർഷമാണ് അയാൾ ഇൻവെസ്റ്റ് ചെയ്തത്, ഈ വർഷമാണ് അയാൾക്ക് നോട്ടീസ് കിട്ടിയത്. അത് നോട്ടീസ് കിട്ടിയത് എവിടെ നിന്നറിയോ? ജമ്മു കാശ്മീരിൽ നിന്ന്.
ഓക്കേ. അതായത് ജമ്മു കാശ്മീർ, ശ്രീനഗർ ആണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ. അതായത് ഇവർ സെൻട്രലൈസ്ഡ് ആണല്ലോ. അതായത് ദുബായ് ഗവൺമെൻറ് ഡാറ്റ കൊടുക്കുന്നത് സെൻട്രലൈസ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർ ആദ്യം ഇൻവെസ്റ്റിഗേഷൻ കൊടുത്തത് ശ്രീനഗറിൽ നിന്നാണ് ഇൻവെസ്റ്റിഗേഷൻ കൊടുത്തത്. ആദ്യം അയാൾക്ക് ശ്രീനഗറിൽ നിന്ന് ജമ്മു കാശ്മീരിൽ നിന്ന് നോട്ടീസ് കിട്ടി. അതിനുശേഷം അയാൾക്ക് അയാളുടെ നാട് കോഴിക്കോടാണ്. കോഴിക്കോട് ഓഫീസിൽ നിന്ന് കിട്ടി. ആ കോഴിക്കോട് ഓഫീസിൽ നിന്ന് കിട്ടിയപ്പോഴാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, കുറേ പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, കുറച്ചൊക്കെ ഗവൺമെൻറ്റിന് കൊടുത്ത് നികുതിയൊക്കെ അടച്ച് ജയിലിൽ കിടക്കാതെ നോക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദുബായ് റിയൽ എസ്റ്റേറ്റ് ഇസ് എ സേഫസ്റ്റ് പ്ലേസ് ഫോർ ഇൻവെസ്റ്റ് യുവർ മണി ആൻഡ് ഡബിൾ യുവർ മണി. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പ്ലേസ് ഫോർ ഇൻവെസ്റ്റ് യുവർ ബ്ലാക്ക് മണി. സോ അപ്പോൾ ഇത്തരത്തിലുള്ള ബ്ലാക്ക് മണി ഡീലിങ്ങുമായിട്ട് ആരും ദുബായിലേക്ക് ഇനി വണ്ടി കയറണ്ട. അത് തുടക്കത്തിലേ നമുക്ക് പറയാം, അത് റിപ്പോർട്ട് ചെയ്യപ്പെടും, നിങ്ങൾ ഉറപ്പായിട്ടും അകത്താവും. എന്നാൽ സേഫസ്റ്റ് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ആ മാർഗ്ഗങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം. ഇല്ലീഗലായിട്ടുള്ള ഇത്ര അപകടങ്ങളെ നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് സേഫസ്റ്റ് ആയിട്ടുള്ള മാർഗ്ഗങ്ങളെ പറ്റി സംസാരിക്കാം. ഇപ്പം ഇപ്പം നമ്മൾ ഇത്രയും ഒരു ഡാർക്ക് സൈഡ് പറയുമ്പോഴും ആൾക്കാർ ഇപ്പം ഞാൻ പറഞ്ഞില്ല, പുറമേ നിന്ന് നോക്കുമ്പം ഭയങ്കര അധികം ആഡംബരങ്ങളും കാറുകളും ലക്ഷറി ആയിട്ടുള്ള ഒരു ഫീൽഡായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ്, ഒബ്വിയസ്ലി അതിലൊരു ഡാർക്ക് സൈഡും ഉണ്ടാവുമല്ലോ. സോ ലൈക്ക് ഐ ഹവ് ഹേർഡ് ലൈക്ക് മാഫിയാസ് അവരുടെ ഒരു കൂട്ടത്തോടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഈ ഒരു റിയൽ അത് എസ്റ്റേറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാനീ പറഞ്ഞ ഈ ഹവാല എന്ന് പറഞ്ഞൊരു വിഷയം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ദുബായിലേക്ക് അല്ലെങ്കിൽ യു എയിലേക്ക് ഫണ്ട് അയക്കണം ഇപ്പോൾ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു കഴിഞ്ഞ വർഷം വരെ നമുക്ക് യു എയിലേക്ക് ഫണ്ട് അയക്കണോ, ഒരു ഫോൺ കോൾ അയച്ച് ആ ഏജൻറ്റിനെ വിളിക്കുക, എനിക്ക് ഫണ്ട് അയക്കണം. അപ്പോൾ തന്നെ അയാൾ പറയും, ദാ ഇന്ന ഒരാൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരും, അയാളുടെ കയ്യിൽ ഒരു ടോക്കൺ ഉണ്ടാവും. ടോക്കൺ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമ്മളുടെ നോട്ടിൽ ഇന്ത്യൻ നോട്ട്, ഈ ഇന്ത്യൻ നോട്ടിൻ്റെ ഒരു സീരിയൽ നമ്പർ ആയിരിക്കും ആ ഏജൻറ്റ് വാട്സപ്പിൽ അയച്ചു തരാം. ആ വാട്സപ്പിൽ അയച്ചു തരുന്ന സീരിയൽ നമ്പറുമായിട്ട് ചിലപ്പോൾ ഒരു 10 രൂപയുടെ നോട്ടായിരിക്കും, 20 രൂപയുടെ നോട്ടായിരിക്കും. ഇതും കൊണ്ട് നമ്മുടെ കയ്യിൽ ഒരു പയ്യൻ വിത്തിൻ മണിക്കൂർസിനുള്ളിൽ വരും. അരമണിക്കൂറോ പോലും സമയമില്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ വരും. ആ ഫണ്ട് കൃത്യമായി 1 മണിക്കൂറോ 1.5 മണിക്കൂർ കൊണ്ടോ അത് ദുബായിൽ അല്ലെങ്കിൽ യു എയിൽ എത്തേണ്ട സമയത്ത് എത്തേണ്ട സ്ഥലത്ത് എത്തുമായിരുന്നു. ഇതുകൊണ്ട് ഇവർക്ക് എന്താ ലാഭം? അല്ല, ഞാൻ പറഞ്ഞു വന്നത് അതല്ല. അതുകൊണ്ട് പല ലാഭങ്ങളും ഉണ്ട്. പക്ഷേ ഈ അരമണിക്കൂർ കൊണ്ട് ഒരു ആള് ഈ ഇന്ത്യയുടെ ഏത് ഭാഗത്താണെങ്കിലും എത്താമെങ്കിൽ, 1 മണിക്കൂർ കൊണ്ട് ഈ ഫണ്ട് അവിടെ യു എയിൽ എത്താമെങ്കിൽ അവരുടെ നെറ്റ്വർക്കിൻ്റെ ബലം എന്താണ്? Yes, it's huge. ഇറ്റ്സ് എ ഹ്യൂജ് നെറ്റ്വർക്ക്. ഇത് നമ്മളൊന്നും വിചാരിച്ചാൽ പറയുന്ന രീതിയിലുള്ള നെറ്റ്വർക്ക് അല്ല. പക്ഷേ ഈ നെറ്റ്വർക്കിനെ ഇപ്പോൾ വലിയ രീതിയിൽ തടയിട്ടുകൊണ്ടാണ് ദുബായ് ഗവൺമെൻറ് ആണെങ്കിലും യു എ ഗവൺമെൻറ് ആണെങ്കിലും ഇന്ത്യൻ ഗവൺമെൻറ് ആണെങ്കിലും പോകുന്നത്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ്റിന് 2 പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, മാൻ പവർ ഉണ്ടായിരുന്നില്ല. ഇൻകം ടാക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പല ഉദ്യോഗസ്ഥരും എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്. അവർ പറയും, ഞങ്ങൾക്കിതെല്ലാം അറിയാം, പക്ഷെ അന്വേഷിക്കാൻ ആളില്ല. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞ ഇൻകം ടാക്സ് ഓഫീസിലാണെങ്കിൽ പോലും, ഇപ്പോൾ നമ്മളെ കൊച്ചിയിൽ പോലും പുതിയ ഇൻകം ടാക്സ് ഓഫീസ് വന്നു. അതിൻ്റെ വലിപ്പവും അതിൻ്റെ സാഹചര്യങ്ങളും നിങ്ങൾ നേരിട്ട് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മുടെ ഹൈക്കോടതിയുടെ ബാക്കിലാണ്. വളരെ വലിയൊരു ഓഫീസാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഈ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഓഫീസ് വന്നു, ആവശ്യത്തിലധികം ഉദ്യോഗസ്ഥർ വന്നു. ദെൻ ഈ പറയുന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പോലെയുള്ള ഗ്ലോബൽ സംഘടനകൾ ഇതിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റാസ് കൈമാറാൻ തുടങ്ങി. ഇതിലെല്ലാം ഉപരി AI വന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു. സോ ഇപ്പോൾ മനുഷ്യൻ്റെ അധ്വാനം കുറയുകയും കമ്പ്യൂട്ടർ കൃത്യമായിട്ടുള്ള കണക്കുകൾ എടുത്ത് കൃത്യമായിട്ടുള്ള സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ എല്ലാം എടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന് ഇവരുടെ പണി കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം ഈ പറഞ്ഞ രീതിയിലുള്ള ബ്ലാക്ക് മണി ട്രാൻസാക്ഷൻ ഒന്നും നടക്കില്ല. അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ്, കാര്യം 1 ലക്ഷത്തിന് മേളിൽ ആളുകൾക്ക് നിലവിൽ ദുബായിൽ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഇപ്പോൾ നോട്ടീസ് കിട്ടിയിട്ടുണ്ട്, ഇന്ത്യൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു വെരിഫിക്കേഷന് വേണ്ടിയോ, അതിൽ മാന്യമായിട്ട് ചെയ്ത ആളുകളുണ്ട്, ഇത് ലീഗലി ട്രാൻസ്ഫർ ചെയ്ത ആളുകളുണ്ട്, ഇല്ലീഗൽ ചെയ്ത ആളുകളുണ്ട്. ഈ ഇല്ലീഗലായിട്ട് ട്രാൻസ്ഫർ ചെയ്ത ആളുകളുടെ വീട്ടിലേക്ക് ഇനി വരാൻ പോകുന്നത് ഇൻകം ടാക്സ് അല്ല, ED ആയിരിക്കും. സോ ഇറ്റ്സ് വയലേഷൻ ഫോർ ദി ഫെമ. സോ ഇനി അവരുടെ വീടുകളിലേക്ക് പോകാൻ പോകുന്നത് ED ആയിരിക്കും. അപ്പോൾ ഈ പല ആളുകൾക്കും അറിയില്ല ഇത് എവിടെ നിന്നാണ് ഈ നോട്ടീസ് കിട്ടിയത് എന്ന് അറിയില്ല, ഏത് വഴിയാണ് വന്നത് എന്ന് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ വഴിയാണ് ഞാൻ ഈ പറഞ്ഞ 39 രാജ്യങ്ങളുടെ ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സും അതേപോലെ 2025 ദുബായിൽ യു എയിൽ നിയമം മാറിയതും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, നോട്ടീസ് കിട്ടിയിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇതാണ് ഇതിൻ്റെ വന്ന വഴി എന്ന് മനസ്സിലാക്കുക. ഇനി അത്തരത്തിൽ ആരെങ്കിലും ലാൻഡൊക്കെ വിട്ടിട്ട് ഇവിടുത്തെ ബാലൻസ് എമൗണ്ടൊക്കെ അങ്ങോട്ട്
ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ആ പരിപാടി ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. വൈറ്റ് മണി മാത്രം ലീഗലി ട്രാൻസ്ഫർ ചെയ്യുക. ലീഗലി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വെരി സേഫസ്റ്റ് പ്ലേസ് ആണ് UAE. അതെ. ഇപ്പം വിമൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ലീഗലി നമ്മൾ കാര്യങ്ങൾ നോക്കി കാണുകയാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ സേഫസ്റ്റ് ആന്ന് പറഞ്ഞപ്പം ലെറ്റ്സ് ടോക്ക് അബൌട്ട് ലൈക്ക് ദുബായ് റിയൽ എസ്റ്റേറ്റിലേക്ക് എത്രത്തോളം നല്ലതാണ് ലൈക്ക് ദുബായ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതായത് ഇപ്പം നമ്മൾ പൊതുവേ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദുബായിലാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന്. യെസ്. അപ്പം ലൈക്ക് ഹൗ ഗുഡ് ഇറ്റ് ഇസ്? ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ ബ്ലാക്ക് മണി ട്രാൻസാക്ഷനും മറ്റു കാര്യങ്ങളും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് ദുബായ് തന്നെയാണ്. ഇപ്പം ഞാനൊരു കമ്പാരിസൺ പറയുകയാണ്. നമ്മൾ 1 കോടി രൂപയ്ക്ക് നമ്മൾ നാട്ടിലൊരു പ്രോപ്പർട്ടി മേടിക്കുന്നു, ദുബായിലൊരു പ്രോപ്പർട്ടി മേടിക്കുന്നു എന്ന് വിചാരിക്കുക. ഉം. സോ അതിൻ്റെ ROI എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ 1 കോടി രൂപയുടെ പ്രോപ്പർട്ടി മേടിച്ച് കഴിഞ്ഞാൽ അതിന് പരമാവധി ഒരു റെൻ്റൽ കിട്ടുന്നത് ഒരു 3 ലക്ഷം 4 ലക്ഷം ആയിരിക്കും ഒരു വർഷം കിട്ടാൻ പോകുന്നത്. യെസ്. ഒരു 3 to 4% ആണ് മാക്സിമം കിട്ടാൻ പോകുന്നത്. സോ ഈ സെയിം 1 CR നമ്മൾ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 10 ലക്ഷം 12 ലക്ഷം പെർ ആനുവൽ കിട്ടും. ഇത് 10 to 12% ആനുവലി നിങ്ങൾക്ക് റെൻ്റൽ കിട്ടും. സോ ക്യാപിറ്റൽ അപ്രിസിയേഷൻ നോക്കുക. നമ്മൾ ഇപ്പോൾ അത് റെൻ്റലിൻ്റെ കേസിൽ അവിടെ തന്നെ വലിയൊരു ഹ്യൂജ് ഡിഫറൻസ് വന്നു. Yes, ഇനി ക്യാപിറ്റൽ അപ്രിസിയേഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ 1 കോടി രൂപയുടെ പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ അതിൻ്റെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ വളരെ സ്ലോലി മാത്രമാണ് മുന്നോട്ട് പോകുള്ളൂ. ഇല്ലയെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ വളരെ പതുക്കെ മാത്രമായിരിക്കും പോവുക. പക്ഷേ ദുബായിൽ ഇപ്പോൾ പ്രോപ്പർട്ടിയുടെ വില കയറുന്നത് എല്ലാ വർഷവും 20% വെച്ചിട്ടാണ്. Wow. അപ്പോൾ ഇന്ന് 1 കോടി രൂപയുടെ അപ്പാർട്ട്മെൻറ്റ് മേടിച്ചാൽ അടുത്ത വർഷം 1 കോടി 20 ലക്ഷം രൂപയായി. പിന്നെ അടുത്ത വർഷം പിന്നെ 20% കൂടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു ഹ്യൂജ് ക്യാപിറ്റൽ അപ്രിസിയേഷൻ ദുബായിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇന്ന് 1 കോടി രൂപയുടെ അപ്പാർട്ട്മെൻറ്റ് ദുബായിൽ ഇല്ല കേട്ടോ. ഏറ്റവും സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1.5 കോടി തന്നെയാണ്. അവിടെ ഞാൻ വളരെ അപകടകരമായ ദുബായ് റിയൽ എസ്റ്റേറ്റിലെ ഒരു അവസ്ഥയും കൂടി ഞാൻ പറയാം. നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് Yes. തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടാവും ദുബായിൽ 10 ലക്ഷം രൂപ കൊണ്ടുപോവാ പ്രോപ്പർട്ടി മേടിച്ചു തരാം, 20 ലക്ഷം രൂപ കൊണ്ടാ പ്രോപ്പർട്ടി മേടിച്ചു തരാം. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തായിട്ടൊരു കുട്ടിയാണ്, എനിക്കറിയാം അവളെ, എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്, എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടൊക്കെയാണ്. ഇന്ന് രാവിലെ ഇട്ടിരിക്കുകയാണ്, ഞാൻ 75 ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ചിരിക്കുന്നത് ദുബായിൽ. നിങ്ങൾക്കും ഇതുപോലെ മേടിക്കാം. എന്നിട്ട് അവൾ കാണിക്കുന്നത് എനിക്കറിയാവുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്, ഒരു സാമ്പിൾ അപ്പാർട്ട്മെൻറ്റ്, ഒരു കമ്പനിയുടെ സാമ്പിൾ അപ്പാർട്ട്മെൻറ്റാണ് കാണിക്കുന്നത്. ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ എൻ്റെ അറിവിലെ വില എന്ന് പറയുന്നത് 25 കോടി രൂപയാണ് എൻ്റെ അറിവിൽ. അതായത് 75 lakhs പറയും. അത് 75 ലാക്സിന് വാങ്ങിച്ചിട്ടാന്നും പറഞ്ഞ് ഈ കൊച്ചു ചെയ്യുന്നുണ്ട്. ഇത് എന്ത് മണ്ടത്തരാണ് ഇവൾ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് അതിൻ്റെ പുറകെ പോകാൻ സമയമില്ല. പറഞ്ഞാലും അവർ കേൾക്കില്ല, അവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദുബായിൽ ഒന്നും വെറുതെ കിട്ടില്ല. പൈസ എന്ന് പറയുന്ന സാധനത്തിന് അവിടെ വിലയുണ്ട്. അപ്പോൾ ഒന്നും വെറുതെ കിട്ടില്ല. അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ്, ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഏകദേശം ഒരു 1.5 കോടി 1 കോടി 40 ലക്ഷം രൂപയ്ക്ക് മേളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ 25 ലക്ഷം രൂപയ്ക്ക് മേടിച്ചു തരാം, 75 ലക്ഷം രൂപയ്ക്ക് മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇൻസ്റ്റാഗ്രാം വീഡിയോസും യൂട്യൂബ് വീഡിയോസും കാണും. അതാണ് ഇതെല്ലാം ഇപ്പം ഞാനത് ചോദിക്കാൻ അത് റീച്ചിന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അതായത് ജസ്റ്റ് ഫോർ ദ റീച്ച്. അത് അവിടെ ഒരു നിയമം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ദുബായിൽ ഒരു ബ്രോക്കർക്ക് മാത്രമാണ് ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനൊരു ലൈസൻസ്ഡ് ബ്രോക്കറാണ്. എനിക്കൊരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന അഡ്വർടൈസ്മെൻറ്റ്, ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ, ഒരു പ്രൊജക്റ്റിൻ്റെ പേര് പറഞ്ഞ, ഒരു പ്രോപ്പർട്ടിയുടെ പേര് പറഞ്ഞൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദുബായ് റെസ്റ്റ് ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പിൽ കയറിയിട്ട് ദുബായ് റെസ്റ്റ് ആപ്പ്, ആദ്യം ഈ കണ്ടൻറ്റും ഈ കാര്യങ്ങളും ഞാൻ ഈ റെസ്റ്റ് ആപ്പിൽ അപ്ലോഡ് ചെയ്ത് അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കണ്ട് ഒരു തഹീരി എന്ന് പറഞ്ഞൊരു ടാക്സ് ഉണ്ട്. ഏകദേശം 1050 ദർഹം. 1050 ദർഹം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം 25,000 രൂപയായി. ഈ 25,000 രൂപ പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു QR കോഡ് കിട്ടും. നിങ്ങൾ പല ഇൻസ്റ്റാഗ്രാം വീഡിയോസിലും കാണുന്നുണ്ടാവും ഒരു QR കോഡ്, ഒരു പനയുടെ ചിഹ്നമുള്ള ഒരു QR കോഡ്. സോ ആ QR കോഡ് എൻ്റയർ വീഡിയോയിൽ വിസിബിൾ ആക്കണം. ആ വീഡിയോസ് മാത്രമാണ് സത്യത്തിൽ ദുബായിൽ ലീഗലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, റിയൽ റിയൽ എസ്റ്റേറ്റിന് മാത്രം. സോ ഈ പറഞ്ഞ കാറ്റഗറി വീഡിയോസിലൊന്നും 75 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി മേടിച്ചാൽ 20 ലക്ഷം രൂപയിലൊന്നും നിങ്ങൾ QR കോഡ് കാണില്ല. ഇനി കാണുന്ന QR കോഡാണെങ്കിൽ അത് റീഡ് ചെയ്യാനും പറ്റില്ല. അതായത് QR കോഡ് ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് ചുമ്മാ ചെയ്യും. ഇവർക്കൊന്നും ലൈസൻസും ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ ആക്ച്വലി അവര് ലീഗൽ ആക്ഷൻസ് എടുക്കില്ലേ? അതിന് എവിടെ സമയം? ഇവിടെ ദുബായിക്ക് അതിനുള്ള സമയം ഇല്ല. ദുബായിയുടെ ട്രാൻസാക്ഷൻ എത്രയാണെന്ന് വിചാരിച്ചാൽ ഈ 2025 ജനുവരി 1 തീയതി തൊട്ട് ഈ കഴിഞ്ഞ ദിവസം വരെ അവിടെ നടന്നിരിക്കുന്ന സെയിൽ ഇന്ത്യൻ റുപ്പീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 12 ലക്ഷം കോടി കഴിഞ്ഞു. കേരളത്തിൻ്റെ GDP എത്രയാണ്? 12,01,001. അതായത് 12 ലക്ഷം കോടിയാണ് കേരളത്തിൻ്റെ ഒരു വർഷത്തെ GDP. അത് ദുബായ് റിയൽ എസ്റ്റേറ്റിൽ നിന്ന് മാത്രം ദുബായ് ഓൾറെഡി ഈ പറഞ്ഞ ഒക്ടോബർ കൊണ്ട് തന്നെ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത്രയും വലിയ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊന്നും ആർക്കും സമയമില്ല. പിന്നെ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം വീഡിയോസ് എല്ലാം ചെയ്യുന്നത് കൂടുതലും മലയാളികളാണ്. അപ്പോൾ അവർക്ക് അത് മലയാളികളൊന്നും അവിടെ അത്ര വലിയൊരു
ചതിക്കപ്പെടാനുള്ള സാധ്യത ഇല്ല. കാര്യം ഈ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടാക്കി കുറച്ച് റീച്ച് ഉണ്ടാക്കിയാലും അതിൻ്റെ അവിടത്തേക്ക് ചെല്ലുമ്പോൾ ദുബായ് റിയൽ എസ്റ്റേറ്റിൻ്റെ എൻഡ് ഓഫ് ദി ഒരു ഹെഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു മലയാളിയായിരിക്കും. അതുകൊണ്ട് ഒരു മലയാളികൾ വലിയ രീതിയിൽ അങ്ങനെ ചതിക്കപ്പെടാതെ പോകുന്നുണ്ട്. പക്ഷേ ആളുകളുടെയൊക്കെ ധാരണ 20 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 30 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ദുബായിൽ അങ്ങ് റിയൽ എസ്റ്റേറ്റിൽ ഒരു പ്രോപ്പർട്ടി മേടിക്കാവുന്ന ധാരണ ഇവരുണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ദുബായ് ഗവൺമെൻറ് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരെല്ലാം ദുബായിൽ നിന്ന് ഡീബാർ ചെയ്യപ്പെടും. ഹ്യൂജ് പെനാൽറ്റീസ് ഉണ്ടാവും. അതെല്ലാം കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഈ പറഞ്ഞ എൻ്റെ സുഹൃത്ത് ഞാൻ പറഞ്ഞില്ലേ, അതേപോലുള്ള എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. ഇവരൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഒക്കെ അവർ പിടിക്കപ്പെടും. പിന്നെ നമ്മളായിട്ട് വേറെ പ്രശ്നങ്ങൾക്ക് പോകണില്ല. എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വെച്ച് മിണ്ടാതിരിക്കുകയാണ്. ഇപ്പം അപ്പോൾ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളോട് എനിക്ക് അതായത് നിങ്ങൾ ദുബായിക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളാണെങ്കിൽ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഒന്ന്, ദുബായ് ലൈസൻസ് ഉള്ള ബ്രോക്കറായിട്ട് മാത്രം ഡീൽ ചെയ്യുക. ദുബായ് ലൈസൻസ് ഉള്ള ബ്രോക്കർ ആണോ എന്ന് അറിയാനായിട്ട് ദുബായ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ സംസാരിക്കുന്ന ആൾ, ഇപ്പം എൻ്റെ പേര് വിമൽ വിദ്യാധരൻ എന്നാണ്. നിങ്ങൾ ദുബായ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യൽ സൈറ്റിൽ കയറി അവിടെ ബ്രോക്കർമാർ ലിസ്റ്റ് എടുത്ത് വിമൽ വിദ്യാധരൻ എന്ന് സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ DLR റിയൽ എസ്റ്റേറ്റ് LLC എന്നാണ് എൻ്റെ കമ്പനിയുടെ പേര്. ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിലും എൻ്റെ ലൈസൻസിൻ്റെ ഡീറ്റെയിലും എല്ലാ കാര്യങ്ങളും എൻ്റെ ഇതെല്ലാവർക്കും ഫ്രീ എല്ലാം ആക്സസ് ചെയ്യാം. അവിടെ കിട്ടും. ഇപ്പം എൻ്റെ മാത്രമല്ല, ദുബായ് ലൈസൻസ് ഉള്ള എല്ലാ ഏജന്റുമാരെയും കിട്ടും. അപ്പോൾ അങ്ങനെ ലൈസൻസ് ഉള്ള ഏത് ഏജന്റ് വഴി നിങ്ങൾ ഡീൽ ചെയ്താലും നിങ്ങൾ ചതിക്കപ്പെടാനുള്ള സാധ്യത ഇല്ല. കാര്യം വെറുതെ ഒന്നും ദുബായ് റിയൽ എസ്റ്റേറ്റ് ലൈസൻസ് കിട്ടില്ല. പോലീസ് വെരിഫിക്കേഷൻ, ഒരു 4 ദിവസത്തെ ട്രെയിനിങ് ക്ലാസ്, അത് കഴിഞ്ഞ് ഒരു എക്സാമിനേഷൻ, ഇതെല്ലാം ക്ലിയർ ചെയ്താൽ മാത്രമാണ് ഓ, എക്സാംസ് ഒക്കെ. എക്സാമിൽ 85% അടുത്ത് മാർക്ക് മേടിക്കണം. ഓ, എങ്കിൽ മാത്രമേ ക്ലിയർ ചെയ്യുള്ളൂ. ഓക്കെ ഓക്കെ. ലൈക്ക് ഐ ജസ്റ്റ് വാണ്ട് ടു നോ, ഒരു ലൈസൻസ് ഇപ്പം ഇതിനകത്ത് നമ്മുടെ ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ലൈസൻസ് കിട്ടണമെങ്കിൽ എന്തൊക്കെ പ്രോസസ്സ് ഉണ്ടായിരുന്നു? ഞാൻ ആദ്യം പറയാം നമ്മുടെ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് ലൈസൻസ്. ഞാൻ കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റിയുടെ ലൈസൻസും ദുബായ് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് രണ്ട് അതോറിറ്റി ലൈസൻസ്. 2 ലൈസൻസ് ഹോൾഡ് ചെയ്ത ആളാണ്. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റിയുടെ ലൈസൻസ് ആണ് ഞാൻ ആദ്യം എടുത്തത്. അത് എടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആധാർ കാർഡ്, ആദ്യം നമ്മളുടെ കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റിയുടെ സൈറ്റിൽ കയറുക, നമ്മുടെ പേരും ബേസിക് ഡീറ്റെയിലും കംപ്ലീറ്റ് ചെയ്യുക, ആധാർ കാർഡ് കൊടുക്കുക, പാൻ കാർഡ് കൊടുക്കുക. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലെ അക്കൗണ്ട് നമ്മുടെ IT റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള ഡിക്ലറേഷൻ കൊടുക്കുക. 25,000 രൂപ പേ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഒരു 1 മന്ത് കൊണ്ട് നിങ്ങൾക്ക് കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റിയുടെ ലൈസൻസ് കിട്ടിയിരിക്കും. അപ്പോൾ പൂജയ്ക്കും വേണമെങ്കിൽ അടുത്ത മാസം കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റി ലൈസൻസ് അതോറിറ്റി അംഗീകാരമുള്ള ഏജന്റ് ആവാം. പക്ഷേ ദുബായ് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റിയുടെ അംഗീകാരമുള്ള ഒരു ഏജന്റ് ആവണമെങ്കിൽ ആദ്യം നിങ്ങൾ ഒരു ലൈസൻസ് ഉള്ള ദുബായ് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റിയുടെ ലൈസൻസ് ഉള്ള ഒരു കമ്പനിയിലെ ഒരു അംഗമായിരിക്കണം. അല്ലെങ്കിൽ സ്വന്തമായിട്ട് കമ്പനി തുടങ്ങണം. ഞാൻ സ്വന്തമായിട്ട് കമ്പനി തുടങ്ങി. അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് വേറെ ഉണ്ട്. അതിനുശേഷം നമ്മൾ ദുബായിൽ ഈ ബ്രോക്കർ കാർഡിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം പോകുന്നത് പോലീസ് വെരിഫിക്കേഷനാണ്. ദുബായ് പോലീസ് നമ്മളെപ്പറ്റി കൃത്യമായിട്ട് വെരിഫിക്കേഷൻ നടത്തും. നമ്മൾ ഇതിക്ക് മുമ്പ് വല്ല ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണോ എന്നുള്ള കൃത്യമായിട്ട് ഈ പറഞ്ഞ അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് കിട്ടും. അതിനുശേഷം നമ്മളൊരു ട്രെയിനിങ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. 4 ദിവസമാണ് ട്രെയിനിങ് ക്ലാസ്. അത് ഓൺലൈനായിട്ട് നമുക്ക് പങ്കെടുക്കാം. ആ ട്രെയിനിങ് ക്ലാസ് കഴിഞ്ഞിട്ടാണ് എക്സാമിനേഷൻ വരുന്നത്. എന്തിനെ പറ്റിയ ട്രെയിനിങ്? ദുബായ് നിയമങ്ങളെ പറ്റി, നിയമങ്ങളെ പറ്റി. അതുപോലെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റെഗുലേഷൻസിനെ പറ്റി. ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനും പൂജയും തമ്മിൽ ഒരു പ്രോപ്പർട്ടിയെ പറ്റി സംസാരിക്കുകയാണ്. അതിനകത്ത് ഞാൻ എന്തെങ്കിലും ഒരു റോങ് ഇൻഫർമേഷൻ, ആ സെയിൽ എങ്ങനെയെങ്കിലും ക്ലോസ് ആവാനായിട്ട് റോങ് ഇൻഫർമേഷൻ ചെയ്താൽ അപ്പോൾ എൻ്റെ ലൈസൻസ് കട്ടാവും. അത് മാത്രമല്ല, പൂജ ഒരു പ്രോപ്പർട്ടി എൻക്വയറി എനിക്ക് ചെയ്തു, എനിക്ക് പൂജയെ വിളിക്കാം. പക്ഷെ പൂജയുടെ കയ്യിൽ കാശുണ്ടെന്ന് എനിക്ക് തോന്നി. പൂജയുടെ നമ്പർ വേറെ ആരോ എനിക്ക് തന്നു. ഞാൻ പൂജേനെ വിളിച്ച് ചോദിക്കുകയാണ്, പൂജ ദുബായിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ? അതൊരു കോൾഡ് കോളാണ്. എൻ്റെ ലൈസൻസ് കട്ടാവും. സോ ഇങ്ങോട്ടൊരു എൻക്വയറി ചെയ്യാതെ ഒരാളെ പോലും അങ്ങോട്ട് ചെയ്യരുത്. ഇനി ഇങ്ങോട്ട് എൻക്വയറി ചെയ്താൽ പോലും പൂജ പറയാണ്, സോറി നിങ്ങളായിട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പൂജേനെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതാണ്. അപ്പോൾ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുമാർ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും അറിയാതെ ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സാം ക്ലിയർ ചെയ്യണം. എക്സാം ക്ലിയർ ചെയ്തിട്ട് ഒരു നല്ല ഒരു എമൗണ്ട് ഫീസ് അടച്ചിട്ട് മാത്രമാണ് ഓരോ വർഷവും നമ്മൾ ഈ ഫീസ് പുതുക്കണം. ഏതാണ്ട് എത്ര? ഏകദേശം ഒരു 10,000 ദർഹത്തിനടുത്ത്, 5,000 ദർഹമാണ് ഒരു കാറ്റഗറിയുടെ ലൈസൻസ് ഫീസ്. അതായത് ബയ്യിങ്, സെല്ലിങ്, റെൻ്റലിങ്, ലീസിങ് എല്ലാത്തിനും സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഞാൻ ബയ്യിങ് സെല്ലിംഗ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബയ്യിങ് സെല്ലിങ്ങിന് തന്നെ ഏകദേശം 5,000 ദർഹം നമുക്ക് ഒരു കാറ്റഗറി ഫീസ് ഉണ്ട്. പിന്നെ എല്ലാം കൂടി കൂട്ടി ഒരു 8,000 ദർഹത്തിനടുത്ത്, ഏകദേശം ഒരു 1.5-2 ലക്ഷം രൂപ അടുത്ത് ഒരു വർഷം നമുക്ക് ഫീസ്, ലൈസൻസിന് ഫീസ് ഉണ്ട്. ഞാൻ പറഞ്ഞ 25,000 കേരള റിയൽ എസ്റ്റേറ്റിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഒരു 5 വർഷത്തേക്കാണ്. 25,000 രൂപ 5 വർഷത്തേക്കാണ്. പക്ഷെ ദുബായുടെ എന്ന് പറയുന്നത് ഏകദേശം ഒരു 2.5-3 ലക്ഷം രൂപ നമുക്ക്
ഒരു വർഷം തന്നെ ഫീസുണ്ട്. അതിനകത്ത് ഇത്തരത്തിലുള്ള റെഗുലേഷൻസ് ഉണ്ട്. അതിനകത്ത് തന്നെ ഈ പറഞ്ഞ പരീക്ഷ ക്ലിയർ ചെയ്യണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ ലൈസൻസ് കട്ടാക്കാനുള്ള പരിപാടിയൊന്നും ചെയ്യില്ല. പിന്നെ വേറെ കാര്യം കൂടി പറയാം. ദുബായ് ലൈസൻസ് ഉള്ള ഒരു ബ്രോക്കർ ആണെങ്കിൽ എനിക്ക് വിൽക്കാനുള്ള പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ എനിക്ക് വിൽക്കാനുള്ള പ്രോപ്പർട്ടീസ് അല്ല, എനിക്ക് വിൽക്കാനുള്ള ക്ലയൻസിനെ ദുബായ് ഗവൺമെൻറ് തന്നെ തരും. എനിക്ക് പരസ്യം ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ദുബായ് ഗവൺമെൻറ്റിൻ്റെ ഗ്രീൻ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അത് പ്രകാരം ദുബായിൽ പ്രോപ്പർട്ടി മേടിക്കാൻ വരുന്ന ആളുകളുടെ, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഡാറ്റാസ്, അവരുടെ ഫോൺ നമ്പേഴ്സ് ദുബായ് ഗവൺമെൻറ് തന്നെ എനിക്ക് തരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനെന്തിനാ വെറുതെ പുറകെ പോയി ആളുകളെ ശല്യം ചെയ്യേണ്ട കാര്യമില്ല. എനിക്കങ്ങനെ പരസ്യം ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ദുബായ് റിയൽ എസ്റ്റേറ്റിൽ ഉണ്ട്. ഇപ്പൊ ദുബായ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ആൾക്കാർ പറയുന്നത് നാട്ടിലത്തെ പോലെയല്ലല്ലോ, ടാക്സ് ഇല്ല അവിടെ. ഇപ്പൊ ഈ പ്രോപ്പർട്ടിയിലാണെങ്കിലും ടാക്സ് അങ്ങനെ ഇല്ല എന്നാണ് അത് ഞാൻ പറയുന്നത്. പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പരസ്യ സോഷ്യൽ മീഡിയ ബ്രോക്കർമാർ, സോഷ്യൽ മീഡിയയിൽ മാത്രം അപ്പൊ കണ്ടുവരുന്ന ടാക്സ് ഉണ്ട്. ദുബായിൽ ടാക്സ് ഉണ്ട്. ഓക്കെ. ദുബായിൽ ഒരു പ്രോപ്പർട്ടി മേടിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കൊടുക്കേണ്ടത് 4% DLD. അതൊരു ടാക്സ് ആണ്. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ രജിസ്ട്രേഷൻ കോസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസ് ആണെങ്കിൽ അവിടെ വേറെ ടാക്സുകളൊന്നുമില്ല. പേഴ്സണൽ ഇൻകത്തിന് ടാക്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ടാക്സ് ഇല്ല. എന്നാൽ നിങ്ങൾ മേടിക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിൽ, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ 4% രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ 5% വാറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ദുബായിൽ നിങ്ങൾ ഏതൊക്കെ പ്രോപ്പർട്ടി മേടിക്കുന്നുണ്ട്, സോറി, ഈ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി എന്തൊക്കെ തരത്തിൽ നിങ്ങൾ ലാഭം ഉണ്ടാക്കുന്നുണ്ട്, അതിനെല്ലാം ഈ 5% വാറ്റ് വാറ്റ് കൊടുക്കണം. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസിന് മാത്രമാണ് ടാക്സ് ഇല്ലാത്തുള്ളൂ. ഓക്കെ. അതുപോലെ പേഴ്സണൽ ഇൻകത്തിനും ടാക്സ് ഇല്ല. പക്ഷേ കോർപ്പറേറ്റ് കമ്പനികൾക്കെല്ലാം ടാക്സ് ഉണ്ട്. ഓക്കെ. കോർപ്പറേറ്റ് കമ്പനികൾക്കെല്ലാം ഈ പറഞ്ഞ പോലെ 9% അടുത്ത് നമുക്ക് കോർപ്പറേറ്റ് ടാക്സ് അടയ്ക്കണം. വാറ്റ് ഉണ്ട്. ദുബായിൽ ടാക്സ് ഒക്കെ ഉണ്ട്. പേഴ്സണൽ ഇൻകത്തിന് മാത്രമേ ടാക്സ് ഇല്ലാത്തുള്ളൂ. വെറുതെ ഒന്നും ഒരു രാജ്യം മുന്നോട്ട് പോവില്ലല്ലോ. നമുക്ക് എന്തെടുത്താലും അവിടെ ടാക്സ് ഇല്ലല്ലോ, അവിടെ അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് പറയണേക്കുമ്പം വി ആർ ലൈക്ക് ഓക്കെ. ഇപ്പൊ ഒരു കാർ മേടിക്കുകയാണെങ്കിലും നമുക്ക് ടാക്സ് ഇല്ല, ടാക്സ് ഭയങ്കര കുറവാണെന്നൊക്കെ അല്ല, അത് പറഞ്ഞിട്ടില്ലേ? അവിടെ ടാക്സ് എന്ന് പറഞ്ഞാൽ അവിടെ പല പല ടാക്സുകളില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടാക്സ് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു BMW കാറ് ദുബായിൽ വിൽക്കുന്ന വിലയും ഇവിടെ വിൽക്കുന്ന വിലയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായോ? ഇപ്പോൾ ഇപ്പോൾ UAE ഞാൻ റേഞ്ച് റോവറിൽ കിടക്കും. കാര്യം ആ. ഒരു സെക്കൻഡ് ഹാൻഡ് റേഞ്ച് റോവർ മേടിക്കാൻ ഏറ്റവും കുറഞ്ഞത് അവിടെ 24 ലക്ഷം രൂപ കൊടുത്താൽ മതി. ഏറ്റവും 24 കുറഞ്ഞ lakhs. ഇന്ത്യൻ റുപ്പീസ് ഒരു 24 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ, അതായത് ഒരു 1 lakh ദർഹമൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു റേഞ്ച് റോവർ സെക്കൻഡ് ഹാൻഡ് കിട്ടും. എന്നാൽ ഓക്കെ. ഇവിടെയോ കിട്ടില്ല. കിട്ടില്ല. അത് അത് അതിൻ്റെ ഒരു വ്യത്യാസമാണ്. അവിടെ ആ ഒരു പൈസയ്ക്ക് വലിയ കാറിനോടൊന്നും വലിയ ഭ്രമവും ഇല്ലാത്തതിൻ്റെ ഒരു സംഭവമാണ്. പക്ഷെ അത് ടാക്സ് ഇല്ലാന്ന് പറയാം. പക്ഷെ അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈല് ഒരു വലിയ ഒരു കാര്യം തന്നെയാണ്. നമുക്ക് നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ ആരും ഇൻറ്റർഫെയർ ചെയ്യില്ല. നമുക്ക് എത്ര വേണമെങ്കിലും ലക്ഷറി ആയിട്ട് ജീവിക്കാം. എത്ര വേണമെങ്കിലും ലിമിറ്റ് ചെയ്ത് ജീവിക്കണമെങ്കിൽ അതിനും ജീവിക്കാം. ഇവിടുത്തെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കൂടുതലാണ്. ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. നമുക്ക് നമ്മളുടെ ഒരു അവിടെ ഞാൻ പറയാം, സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ നമ്മൾ മെറൈൻ ഡ്രൈവിൽ ഇരുന്ന് കാണുന്ന സ്വപ്നവും ബുർജ് ഖലീഫയുടെ താഴെ ഇരുന്ന് കാണുന്ന സ്വപ്നവും രണ്ടും രണ്ടാണ്. രണ്ടായിരിക്കും. പിന്നെ നമ്മളിവിടെ കാണുന്നത് മലയാളികളെ മാത്രമേ കാണുന്നുള്ളൂ. എല്ലാ നോർത്ത് ഇന്ത്യൻസും ബംഗാളികളെയും കാണുന്നുണ്ടെങ്കിൽ, പക്ഷേ അവിടെ നമ്മൾ കാണുന്നത് 195 രാജ്യങ്ങളാണ് ഈ ലോകത്തുള്ളത്. ഈ 195 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ കാണുന്നു. നമ്മളുടെ മനസ്സ് വലുതാവും. പിന്നെ ഇവിടുത്തെ പോലെ ജാതിയോ മതമോ ഒന്നും അവിടെ ഇല്ല. അപ്പോൾ അതൊക്കെ വലിയൊരു പോസിറ്റീവ് വൈബ് നമുക്കവിടെ കിട്ടും. കൊണ്ടുവരും. ഇപ്പം ഈ റെസിഡൻഷ്യൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കുള്ള ടാക്സിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ്, അതായത് നമുക്ക് ദുബായിലൊരു പ്രോപ്പർട്ടി ഓൺ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 99 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ആവില്ല, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഇങ്ങനെ റിസർച്ച് ചെയ്യുമ്പോൾ കേൾക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതെ. ഇതിലെത്രത്തോളം ശരിയുണ്ട്? അത് പൂർണ്ണമായിട്ട് ശരിയൊന്നുമല്ല, തെറ്റാണ്. അതായത് ഓക്കെ. ദുബായിൽ 2 ടൈപ്പ് പ്രോപ്പർട്ടി ഉണ്ട്. ദുബായിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. നിങ്ങൾ ദുബായ് ഫ്രെയിം കണ്ടിട്ടുണ്ടോ? യെസ് യെസ്. ദുബായ് ഫ്രെയിമിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ദഹ്റ കരാമ എന്ന് പറയുന്ന ഈ സൈഡും, ഇപ്പുറത്തെ സൈഡിലേക്കാണ് ബിസിനസ് ബേ അങ്ങനെയുള്ള JLT അങ്ങനെയുള്ള സ്പേസ് ഒക്കെ വരുന്നത്. പഴയ ദുബായ് എന്ന് പറയുന്ന കരാമ ആ ഏരിയയിലൊന്നും നമുക്ക് ഒരിക്കലും പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റില്ല, സ്വന്തമാക്കാൻ പറ്റില്ല. അവിടെ ഈ 99 വർഷത്തേക്ക് ലീസിങ് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അവിടെ പ്രോപ്പർട്ടി മേടിക്കണമെങ്കിൽ GCC കൺട്രീസിലെ അംഗങ്ങളായിരിക്കണം. അതായത് ഇപ്പോൾ എമിറേറ്റി ആവണമെന്നൊന്നുമില്ല. ഇപ്പോൾ സൗദി പൗരനോ ഒമാനി പൗരനോ ഒക്കെ എന്ത് ചെയ്യാം, അവിടെ പ്രോപ്പർട്ടി മേടിക്കാം. പക്ഷേ നമ്മൾ അനദർ കൺട്രീസിലെ ആളുകൾക്കൊന്നും പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ പറ്റില്ല. അവർക്ക് 99 വർഷത്തേക്ക് ലീസിന് മാത്രമേ പറ്റുള്ളൂ. ഫ്രീ ഹോൾഡ് ഏരിയാസ് ഉണ്ട്. ഫ്രീ ഹോൾഡ് ഏരിയസിൽ പ്രോപ്പർട്ടി മേടിച്ചാൽ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ പ്രോപ്പർട്ടി മേടിക്കുന്നത് അതേ രീതി തന്നെയാണ് അവിടെയും. ആ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി അവിടുത്തെ ഒരു വിലയാണ് ഞാൻ പറഞ്ഞത്, 1.5 കോടി രൂപ തൊട്ട് നമുക്ക് എന്ത് കിട്ടും, ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് കിട്ടും. ഈ നേരത്തെ പറഞ്ഞ 20 ലക്ഷം രൂപയ്ക്ക് തരുന്നു എന്നൊക്കെ പറയുന്നില്ലേ, അത് ഈ പറഞ്ഞ പോലെ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് ആണ്.
ഓക്കേ. 20,00,000 രൂപയ്ക്കും 25,00,000 രൂപയ്ക്കും ഈ ലീസ് തീരാൻ പോകുന്ന പ്രോപ്പർട്ടീസൊക്കെ ആയിരിക്കും ഇവർ ഈ പറയണത്. എനിക്കറിയില്ല അതിൻ്റെ എക്സാക്റ്റ് കാര്യം എനിക്കറിയില്ല. പക്ഷേ കിട്ടില്ല. എന്തായാലും ഒരു ഫ്രീ ഹോൾഡ് ഏരിയയിൽ നമ്മളുടെ പൂർണ്ണ സ്വതന്ത്ര അവകാശത്തിൽ നമുക്കൊരു പ്രോപ്പർട്ടി കിട്ടണമെങ്കിൽ ഏറ്റവും ചെറിയ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് കിട്ടണമെങ്കിൽ പോലും ഈ ഒരു പ്രൈസ് റേഞ്ച് ഇപ്പോൾ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം വരെ ഇത്ര ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം ഞാൻ 1 കോടി രൂപയ്ക്കൊക്കെ യുഎഇയിൽ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സ് വിറ്റിട്ടുണ്ട്. ഇപ്പോൾ കിട്ടാനില്ല. ഇപ്പോൾ അത്രയും വാല്യൂ. അത്രയും വാല്യൂ ഇൻക്രീസ് ചെയ്തു. കഴിഞ്ഞ വർഷം ഞാൻ 1 കോടിക്ക് ഷേഖ് സാദ് റോഡിൽ വരെ ഞാൻ വിറ്റിട്ടുണ്ട്. സ്റ്റുഡിയോ വിറ്റിട്ടുണ്ട്. ഇപ്പോൾ ആ സെയിം സ്റ്റുഡിയോ തന്നെ ഇപ്പോൾ അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 1.35 CR ഇന്ത്യൻ റുപ്പീസൊക്കെയാണ് ഇപ്പോൾ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ക്യാപിറ്റൽ അപ്രിസിയേഷൻ, അത്രയും ഡിമാൻഡ് ഇപ്പോൾ യുഎഇ പ്രോപ്പർട്ടിക്ക് വരുന്നുണ്ട്. ഇപ്പം ഇത് പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ ഒരുപാട് ലോസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടെന്ന്. ഉം. ഇനി നമ്മളിത് എന്തേലും വയലേറ്റ് ചെയ്യാണ്, ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന വീഡിയോസ് ആണ്, ഇത് ആക്ച്വലി ഇതെല്ലാം ഒരു വയലേഷൻസ് അല്ലേ? അത് സോ എന്തൊക്കെ പണിഷ്മെന്റ്സ് ആയിരിക്കും? പെനാൽറ്റീസ് ആണ് മെയിനായിട്ട് പണിഷ്മെന്റ് വരുന്നത്. ഈ ഓക്കെ. പറഞ്ഞ പോലെ നമ്മൾ മറ്റ് സൗദിയിലൊക്കെ ചെയ്യുന്ന പോലെ കൈവിട്ട കാല് വിട്ട അങ്ങനെ പരിപാടികളൊന്നുമില്ല. പക്ഷേ അവിടെ പെനാൽറ്റീസ് ഹ്യൂജ് പെനാൽറ്റീസ് ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ QR കോഡ് ഇല്ലാതെ റിയൽ എസ്റ്റേറ്റിന്റെ പരസ്യം ചെയ്താൽ അതിന്റെ പെനാൽറ്റി എന്ന് പറയുന്നത് 50,000 ദിർഹമാണ്. 50,000 ദിർഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 12 ലക്ഷം രൂപ 12 ലക്ഷം രൂപ അടുത്തായി. പക്ഷേ ആദ്യം ഒരു വാർണിംഗ് കിട്ടും, റിമൂവ് ചെയ്യാൻ പറയും. വാർണിംഗ് കിട്ടുന്നവരെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവരൊക്കെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ പേരിലേക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലൊക്കെ റിമൂവ് ആയിരിക്കും. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനത്തിൽ ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ മേടിക്കാൻ നിൽക്കുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ് GDP നോക്കുന്നേക്കാളും സിറ്റി GDP നോക്കണം എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. യെസ്. ഇത് ആക്ച്വലി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അല്ല, നമ്മൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ ഗ്രോത്ത് നോക്കണം. സോ ആ ഗ്രോത്ത് നോക്കിയാലാണ് നമ്മളുടെ പ്രോപ്പർട്ടിയുടെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ കൂടുകയുള്ളൂ, കൃത്യമായിട്ടുള്ള റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ നോക്കാൻ. അപ്പോൾ ആ GDPയുടെ ഒരു ഗ്രോത്തും, ഇപ്പോൾ ഒരു താഴേക്ക് പോകുന്ന ഒരു സ്ഥലത്ത് പോയി മേടിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ ഈവൻ സൊമാലിയിൽ പോയി പ്രോപ്പർട്ടി മേടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാര്യമില്ല. അപ്പോൾ ആ ഒരു GDPയുടെ ഗ്രോത്തും ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂം എപ്പോഴും റിലേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് GDP നോക്കിയിട്ട് തന്നെ വേണം. ഇപ്പോൾ ദുബായ് എന്ന് പറയുന്ന രാജ്യം ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ദുബായ് രാജ്യമല്ല, ദുബായ് ഒരു എമിറേറ്റ് ആണ്. UAE എന്ന് പറഞ്ഞ രാജ്യത്തിലൊരു എമിറേറ്റ് ആണ് ദുബായ്. അവിടുത്തെ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 40 ലക്ഷം ആളുകളാണ് രാത്രി സമയങ്ങളിൽ ദുബായ് താമസിക്കുന്നത്. ഉം. എന്നാൽ പകൽ സമയങ്ങളിൽ അത് 55 ലക്ഷം രൂപയാവും. 55 ലക്ഷം ആവും. അതായത് പകൽ സമയത്ത് 55 ലക്ഷം പോപ്പുലേഷനും രാത്രി സമയങ്ങളിൽ 40 ലക്ഷം പോപ്പുലേഷനാണ് ദുബായിയുടെ. അതെങ്ങനെ? എമിറേറ്റ്, മറ്റ് ഷാർജ, അജ്മാൻ അങ്ങനെയുള്ള എമിറേറ്റുകളിൽ നിന്ന് 15 ലക്ഷം ജോലിക്കാരാണ് വന്നു പോയോണ്ടിരിക്കും. ഡെയിലി വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ദുബായ് ഷാർജ ബോർഡറിൽ ഏകദേശം 5 മണിക്കൂർ 6 മണിക്കൂർ ട്രാഫിക് ഉണ്ട് യെസ് യെസ് യെസ്. ഇങ്ങോട്ട്. അതെ അതെ അതെ. അതായത് ഷാർജയിൽ നിന്ന് ഒരു 4 മണിക്കൂർ ട്രാഫിക്കിൽ കിടന്നാലാണ് ദുബായിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ജോലി ചെയ്യാനായിട്ട് ദുബായിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം അപ്രോക്സിമേറ്റ്ലി 15 ലക്ഷം ആളുകൾ. അപ്പോൾ എന്നിട്ടും ട്രാഫിക്കിനൊന്നും ഒരു കുറവില്ല. അത് മാത്രമല്ല, ഇനിയും പോപ്പുലേഷൻ ഇരട്ടിയാക്കും എന്നാണ് അവരുടെ അജണ്ട. D33 അജണ്ട എന്ന് പറഞ്ഞ അജണ്ടയുണ്ട് അവർ. അതിൽ പോപ്പുലേഷൻ ഡബിൾ ആക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവരാക്കും എന്ന് പറഞ്ഞാൽ ആക്കിയിരിക്കും. കാര്യം അവിടെ ജീവിക്കുന്നവർക്ക് അവിടെ നിന്ന് വിട്ടുപോരാൻ പറ്റില്ല. അതിന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു ലോക സാഹചര്യം കൂടി ഇന്ന് ഉരുത്തിരിഞ്ഞിരിക്കുക. ഇപ്പോൾ UK, കാനഡ, ഓസ്ട്രേലിയ ഇവിടെയൊക്കെ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ വന്നു തുടങ്ങി. യെസ് യെസ്. സോ നമ്മുടെ മലയാളി കുട്ടികൾക്കൊക്കെ പലരും അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടുമെന്ന് പറഞ്ഞ് പോയ ആളുകൾക്കൊക്കെ ഇപ്പോൾ എന്താണ്, PR പോലും കിട്ടാതെ തിരിച്ചു വരേണ്ട അവസ്ഥ. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിഞ്ഞാന്നോ കാനഡയിലേക്ക് അപേക്ഷിച്ച 75% മലയാളി കുട്ടികളുടെയും PR മീൻസ് വിസ Rejected. റിജക്റ്റഡ് ആയി. സോ വൺസ് ഒരാൾ ഒരു UK, കാനഡ പോലുള്ളൊരു നാഷണലിൽ ജീവിച്ച ആൾ NRI സ്റ്റാറ്റസിലേക്ക് മാറിയ ആൾക്ക് തിരിച്ച് കേരളത്തിലേക്ക് വരിക, ഇവിടെ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അവർക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന സേഫസ്റ്റ് ആയിട്ട് ഒരു വിവേചനവും ഇല്ലാത്ത എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇന്ന് UAE ആണ്, ദുബായ് ആണ്, അല്ലെങ്കിൽ അബുദാബിയാണ്, അല്ലെങ്കിൽ റാസൽ ഖൈമയാണ്, അല്ലെങ്കിൽ ഉൽക്കൊയ്മാണ്, അജ്മാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പോപ്പുലേഷൻ ഇനിയും കൂടിക്കൊണ്ടിരിക്കും. ഇരിക്കും. അതുകൊണ്ട് തന്നെ ഈ GDP മുകളിലേക്ക് പോകും, ഈ പ്രോപ്പർട്ടി വാല്യൂ പോവും, ആവശ്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഓൾറെഡി എന്താ റെഡിമെയ്ഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് മേടിക്കുന്നതിൽ കുറച്ച് റിസ്ക് ഫാക്ടർ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബിൽഡിംഗ് ക്വാളിറ്റി എന്താണ്, അല്ലെങ്കിൽ അതൊരു അങ്ങനെ അറിയില്ല, നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രശ്നമാണ്. നമ്മൾ നാട്ടിലും കേട്ടിട്ടുണ്ട്, പുറത്തായാലും അങ്ങനെ കേട്ടിട്ടുണ്ട്. ആക്ച്വലി റെഡിമെയ്ഡ് ആയിട്ട് നിൽക്കുന്ന ഈ പ്രോപ്പർട്ടീസ് മേടിക്കുന്നത് ഗുഡ് ഒരു അല്ല, ഇൻവെസ്റ്റ്മെന്റ് ആണ്. നല്ലൊരു റെഡിമെയ്ഡ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് ദുബായിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളാനേ ഞാൻ പറയുള്ളൂ. കാരണം കിട്ടാനില്ല. കാരണം ലോകത്ത് എവിടെയൊക്കെ യുദ്ധം നടന്നാലും ദുബായിൽ പ്രോപ്പർട്ടി വില കൂടും.
ഇപ്പോൾ റഷ്യയിലും യുക്രൈനും തമ്മിൽ യുദ്ധം നടന്നു. ഉക്രൈനിലുള്ള അത്യാവശ്യം കാശുള്ള ആളുകളൊക്കെ ദുബായിലേക്ക് വന്നു, അല്ലെങ്കിൽ യുഎഇയിലേക്ക് വന്നു. ദെൻ റഷ്യയിലുള്ള അത്യാവശ്യം ക്യാഷുകാരും നേരെ വണ്ടി പിടിച്ച് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ഇവരൊക്കെ ഒരുമിച്ച് അപ്പുറത്തെ വീട്ടിൽ താമസിക്കുകയും ചെയ്യും, അപ്പുറത്തെ റൂമിൽ താമസിക്കുകയും ചെയ്യും. അവിടെ അവർ ഉക്രൈനും റഷ്യയും യുദ്ധം ചെയ്യും. ഇതേപോലെ തന്നെയാണ് പാലസ്തീനും ഇസ്രായേലും. ഇവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടക്കും. പാലസ്തീനിൽ അത്യാവശ്യം കാശുള്ള ആളുകളൊക്കെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇറാനിലുള്ള അത്യാവശ്യം കാശുള്ള ആളുകളൊക്കെ ദുബായിൽ വന്നു. ഇവരൊക്കെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇനി പോട്ടെ, ഈ പാലസ്തീനൊക്കെ വിട്. ദുബായിലെ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ പാകിസ്ഥാനികളാണ്. സോ ഇനി എത്രയോ പാകിസ്ഥാനി കപ്പിൾസ് ഉണ്ട്, പാകിസ്ഥാൻ മല്ലു കപ്പിൾസ് ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപാട് ഒരുപാട് മലയാളി പെൺകുട്ടികൾ പാകിസ്ഥാനികളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഒരുപാട് പാകിസ്ഥാനികൾ മലയാളി ആണുങ്ങളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇതൊന്നുമില്ല, അവിടെ ഒരു സൗഹൃദം, സന്തോഷം, ഒത്തൊരുമ, ഇതാണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് തന്നെ ഏത് ലോക സാഹചര്യങ്ങളും ദുബായ് പ്രോപ്പർട്ടിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ റെഡി ടു ഒക്യുപ്പൈ കിട്ടാനായിട്ട് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും നല്ലത് ഓഫ് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ഓഫ് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 2 ഗുണമുണ്ട്. ഒന്ന്, ഇപ്പോൾ റെഡി ടു ഒക്യുപ്പൈ മേടിക്കുന്ന പ്രോപ്പർട്ടി വാല്യൂവിനേക്കാൾ മാർക്കറ്റ് വാല്യൂവിനെ കുറവിനേക്ക് നമുക്ക് ഒരു പ്രൈസിങ്ങിൽ നമുക്ക് ഓഫ് പ്ലാനിൽ പ്രോപ്പർട്ടികൾ കിട്ടും. അത് മാത്രമല്ല, ഒരുമിച്ച് പൈസ കൊടുക്കണ്ട. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരാൾക്ക് ദുബായിൽ പ്രോപ്പർട്ടി മേടിക്കാം. പക്ഷേ ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഇയർ അയക്കാൻ പറ്റുന്ന പരമാവധി ലീഗലി അയക്കാൻ പറ്റുന്ന പരമാവധി തുക എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് 2,08,00,000 രൂപ, അത് $2,50,000 മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 4 കോടി രൂപ, 5 കോടി രൂപയൊക്കെയാണ് ഒരു നല്ലൊരു വില്ലയ്ക്ക് ഇപ്പോൾ അവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ എങ്ങനെ അയക്കാൻ പറ്റും? അയക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് പറയുന്നത് ഓഫ് പ്ലാൻ എടുക്കുക, നല്ല പേയ്മെൻറ്റ് പ്ലാൻ എടുക്കുക. അപ്പോൾ ഒരു 24% ഒക്കെ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുക. അതിനുശേഷം 6 മാസം കൂടുമ്പോൾ 10% അടയ്ക്കുന്ന പേയ്മെൻറ്റ് പ്ലാനുകളുണ്ട്. ഓരോ മാസം 1% വെച്ച് അടയ്ക്കുന്ന പേയ്മെൻറ്റ് പ്ലാനുകളുണ്ട്. അങ്ങനെയൊക്കെ അടച്ച് ഒരു 3 വർഷം 2 വർഷം കൊണ്ടൊക്കെ നല്ലൊരു പ്രോപ്പർട്ടി മേടിക്കുക. ആ പ്രോപ്പർട്ടി റെഡി ടു ഓക്യുപ്പൈ ആവുന്ന സമയത്ത്, ആ പ്രോപ്പർട്ടി റെഡി ടു ഓക്യുപ്പൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, അത് ആ സമയത്ത് നിങ്ങൾക്ക് മറിച്ച് വെക്കാം, അതിനെ ഫ്ലിപ്പിംഗ് എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞൊരു വിലയ്ക്ക് മേടിച്ചാൽ അതിന് ഒരു 60% ഒരു പ്രൈസ് ഇൻക്രീസ് ആയിട്ടുണ്ടാവും ആ സമയത്ത്. അപ്പോൾ നമ്മൾ ആ സമയം വരെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മിക്കവാറും ഒരു 60% പൈസ ആയിരിക്കും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയുടെ ഡബിൾ ആ സമയത്ത് നമ്മുടെ കയ്യിലേക്ക് കിട്ടും. ദെൻ അതല്ലാന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക, റെൻറ്റിന് കൊടുത്താൽ ഓരോ ഫിനാൻഷ്യൽ ഇയറും ഒരു 10 to 12% നമുക്ക് ഇതാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം നമ്മൾ ദുബായ് റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഇൻ ജനറൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇത് നമ്മൾ കാണുന്ന നാട്ടിലും മേ ബി പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ നമുക്ക് ഒരു ജനറൽ ടോപ്പിക്കിലേക്ക് കിടക്കാം ഇനി. സോ ഫസ്റ്റ് എൻ്റെ ചോദ്യം, നമ്മൾ വാല്യൂ ഓഫ് എ പ്ലേസ് അല്ലെങ്കിൽ ഓഫ് എ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എങ്ങനെയാണ് ആക്ച്വലി നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്? കാരണം കുറേ ആൾക്കാർ പറയും, നമ്മളിപ്പോൾ പൊതുവെ ഒരു സ്ഥലത്തിന് ഇത്രയും വില കൂടുതലാണ് നമ്മൾ പറയുന്നത്. ഒന്നെങ്കിൽ അങ്ങോട്ട് റോഡ്, അല്ലെങ്കിൽ അവിടേക്കുള്ള വെള്ളം, അല്ലെങ്കിൽ അങ്ങനെ കുറേ ഫാക്ടേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ സിറ്റിയുടെ അടുത്താണോ ദൂരെയാണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇപ്പം ഒരു പ്ലേസിന് നമ്മളൊരു പ്രൈസിങ് ഇടുമ്പം എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്, എന്തൊക്കെയാണ് അതിനൊരു വാല്യൂ കൂട്ടുന്നത്? ഈ നമ്മുടെ നാട്ടിൽ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദുബായ് റിയൽ എസ്റ്റേറ്റ് മാത്രം ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഞാൻ തുടങ്ങിയത് കേരളത്തിൽ നിന്നാണ്. ഇപ്പോഴും ഞാൻ കേരള റിയൽ എസ്റ്റേറ്റ് വിട്ടിട്ടില്ല. ഞാൻ ഇപ്പോഴും കേരള റിയൽ എസ്റ്റേറ്റ് തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു വലിയൊരു ഡ്രീം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു ദുബായിൽ ഉള്ള പോലത്തെ കുറച്ച് കമ്മ്യൂണിറ്റികളൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ. അതുകൊണ്ട് കേരളം ഒരിക്കലും ഞാൻ വിടില്ല. കേരളമാണ് എൻ്റെ ഡ്രീം പ്ലേസ്. അപ്പം ഈ കേരളത്തിൽ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ കുറച്ചും കൂടി എൻഡ് യൂസേഴ്സ് ആയിരിക്കും. ഇൻവെസ്റ്റേഴ്സ് വളരെ കുറവാണിപ്പോൾ. അപ്പോൾ എൻഡ് യൂസർ എന്ന് പറയുന്ന ആൾ ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി ആവശ്യമുള്ളതാണോ എന്ന് നോക്കുക. ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം എൻ്റെ ഒരു ക്ലയൻറ്റ് വന്നു. അയാൾ അയർലൻഡിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനാണ്. അപ്പോൾ ഈ പയ്യൻ നമ്മളുടെ കയ്യിൽ നിന്ന്, നമ്മുടെ കമ്പനി വഴി തന്നെയാണ്, 1 കോടി രൂപയുടെ പ്രോപ്പർട്ടിയാണ് അയാൾ ഫൈനലൈസ് ചെയ്തത് നാട്ടിൽ. ആ 1 കോടി രൂപയുടെ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ അയാൾക്ക് വേറൊരു പ്രോപ്പർട്ടി അവിടെ ഉണ്ട്, നല്ലൊരു പ്രോപ്പർട്ടി, കുറച്ച് പഴയൊരു പ്രോപ്പർട്ടി അയാൾക്ക് ഉണ്ട്. ഈ 1 കോടി രൂപ ആ പയ്യൻ്റെ കയ്യിലില്ല. അവൻ ഈ നിലവിലുള്ള പ്രോപ്പർട്ടിയും കൂടി പ്ലെഡ്ജ് ചെയ്ത് 1,20,00,000 രൂപ അദ്ദേഹം ലോൺ എടുത്തു. അതായത് 1 കോടി രൂപ പ്രോപ്പർട്ടി വാല്യൂം, 10% രജിസ്ട്രേഷൻ ഫീസും, പിന്നെ കുറച്ച് ഫർണിച്ചറും മറ്റു കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് അതിൻ്റെ ഇതൊക്കെ പറഞ്ഞു 1,20,00,000 രൂപ അയാൾ ലോൺ എടുത്തു. ഞാൻ ആ പയ്യൻ്റെ അടുത്ത് അന്നും ചോദിച്ചു, മോനെ നീ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് അയർലൻഡിൽ വേറൊരു നേഴ്സ് പെൺകുട്ടിയായിട്ട് പ്രണയത്തിലൊക്കെയാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ വൈകാതെ തന്നെ വന്ന് ഇവൻ്റെ വീടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കല്യാണം ഉറപ്പിക്കും. അപ്പോൾ അവർ വന്ന് കാണുമ്പോൾ നല്ലൊരു വീട് വേണം, അല്ലെങ്കിൽ അതൊരു പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാൻ ഈ റിസ്ക് എടുത്തിട്ട്, അപ്പോൾ ഞാൻ ഈ റിസ്ക് നീ ഇപ്പോൾ എടുത്താൽ നിനക്ക് തിരിച്ചടയ്ക്കാനുള്ള
സാധ്യതയുണ്ടോ? കാര്യം നിൻ്റെ ഇൻകത്തിൻ്റെ ഒരു മെജോറിറ്റി ഓഫ് ദി ഇത് EMI ആയിട്ട് പോകും. നിനക്കിത് ആവശ്യമുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്കും നല്ല ജോലിയുണ്ട്. അവളുടെ ശമ്പളം വെച്ച് ഞങ്ങൾ സിമ്പിളായിട്ട് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. ശരി, എന്നാൽ എടുക്കും എന്ന് പറഞ്ഞു. ഈ പെണ്ണുവീട്ടുകാർ വന്ന് ഈ പയ്യൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവന് ഈ വീട് മേടിച്ചിരിക്കുന്നത് ഇത്രയും വലിയ ബാധ്യത വരുത്തി വെച്ചിട്ടാണല്ലോ കാര്യം ആദ്യം തന്നെ അറിഞ്ഞു. കല്യാണം മുടങ്ങി, പെണ്ണിൻ്റെ വഴിക്ക് പോയി. അയ്യോ. ഇവന് ഈ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാതെ ഈ 1 കോടി രൂപയുടെ പ്രോപ്പർട്ടി ഞങ്ങളുടെ ഏജൻസി തന്നെ വിറ്റത് 75 ലക്ഷം രൂപയ്ക്കാണ്. ഡിപ്രസിയേഷൻ. ഡിപ്രിസിയേഷനിലാണ് വിറ്റത്. അത് മാത്രമല്ല, അവൻ്റെ ആ നിലവിലുണ്ടായിരുന്ന വീടില്ലേ, ആ പ്രോപ്പർട്ടിയും വിൽക്കേണ്ടി വന്നു. സോ അപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് ആ പ്രോപ്പർട്ടി ആവശ്യമുണ്ടോ, എന്താണ് ആവശ്യം, താമസിക്കാനാണോ? അപ്പം നമുക്ക് ആ പ്രോപ്പർട്ടി ആവശ്യമുണ്ടോ എന്നുള്ള കാര്യമാണ് ആദ്യം നോക്കേണ്ടത്. വെറുതെ 10 നിലയും 20 നിലയും അല്ലെങ്കിൽ ഒരു 5 ബെഡ്റൂം 6 ബെഡ്റൂമുള്ള വീടൊക്കെ വാങ്ങിക്കണമെന്നുള്ള ചിന്താഗതി വേണ്ട. അത് നമുക്ക് വേണം, ആർഭാടം വേണ്ട, നമുക്കത് വേണമെന്ന് ആദ്യം ചിന്തിക്കുക. 2, അത് മേടിക്കാനുള്ള കാശ് നമുക്കുണ്ടോ, അല്ലെങ്കിൽ ലോൺ എടുക്കുമ്പോൾ അത് തിരിച്ചടയ്ക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് നടത്തുക. അതിനുശേഷം മാത്രം ഒരു വില നിശ്ചയിക്കുക. ആ വിലയ്ക്കനുസരിച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടെത്താൻ നോക്കുക. നമ്മൾ പറയില്ല അതിപ്പോൾ ഇതൊരു ഇപ്പം നമ്മുടെ സാലറിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സേവിങ്സ് എന്നല്ല, അല്ലാത്ത ഇത്ര ശതമാനം മാത്രം ലോൺ വന്നു കഴിഞ്ഞാൽ സേഫ് ആണ്. അതെ, നമ്മളുടെ അതിപ്പോൾ ബാങ്കുകൾ പോലും കണക്ക് കൂട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഒരു ആവറേജ് ഇൻകത്തിൻ്റെ 55% വരെ EMI ആയിട്ട് പോകാവുന്ന രീതിയിലാണ് ബാങ്കുകൾ പോലും 55% വരെ EMI ആയി പോകാവുന്ന. ചില ബാങ്കുകൾ 65 വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജനറലി ഒരു 55 വരെയാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ബാങ്കുകൾ പോലും എലിജിബിലിറ്റി കണക്കാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളുടെ ഒരു മന്ത്ലി ഇൻകത്തിൻ്റെ ഒരു 40% മാത്രമേ EMI ആയിട്ട് പോകാവൂ. ബാക്കിയുള്ളത് നമ്മുടെ സേവിങ്ങും മറ്റ് എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 30 വയസ്സുള്ളവൻ ഇപ്പോൾ ഒരു വീട് മേടിച്ചിട്ട് 30 വർഷത്തേക്ക് ലോൺ എടുത്തിട്ട് 60 വയസ്സ് വരെ ആ ലോൺ അടയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് അവൻ ജീവിക്കുന്നുണ്ടോ? അവൻ ജീവിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളതാണോ എന്ന് നോക്കിയിട്ട് മാത്രം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. എക്സസ് പൈസ ഉണ്ടെങ്കിൽ ഓക്കെ, എവിടെ വേണമെങ്കിലും വാങ്ങിക്കാം, ഒരു കുഴപ്പമില്ല. പൈസ ഇല്ലാത്തവൻ അത് ആവശ്യം നോക്കി മാത്രം മേടിക്കുക. മേടിക്കുമ്പോൾ അവൻ എന്തൊക്കെ ആവശ്യങ്ങൾ വേണം, സ്കൂള്, ഹോസ്പിറ്റല്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി, അവിടെ വരാൻ പോകുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ നോക്കി, ഇതെല്ലാം പഠിച്ച ശേഷം അവിടുത്തെ ഒരു മാർക്കറ്റ് റേറ്റ് ഉണ്ട്, ആ മാർക്കറ്റ് റേറ്റ് നോക്കി പ്രോപ്പർട്ടി മേടിക്കുക. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കുറയുമ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. കുറയുമ്പോഴും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുറഞ്ഞു പോകുന്നത്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. റീസെന്റ് ഒരാളൊരു പദ്ധതി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാവർക്കും അവരുടെ ഒരു രീതിക്കുള്ള വീട് എന്ന് പറഞ്ഞിട്ട് അതിൽ 100 തവണ എന്തോ റെന്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം വീട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പദ്ധതി ഞാൻ കേട്ടിട്ടുണ്ടായി. ലൈക്ക് ഈ പദ്ധതി ആ മനുഷ്യൻ പറയുമ്പോൾ തന്നെ അയാൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ദുബായിലെ ഒരു പ്രമുഖനായ ഒരു ബിൽഡർ അവതരിപ്പിച്ച് സക്സസ് ആയ ഒരു കാര്യം എന്നും പറഞ്ഞിട്ടാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതെ, ദാറ്റ് ഈസ് 1% പ്ലാൻ. ആ 1% പേയ്മെൻറ്റ് പ്ലാൻ അവതരിപ്പിച്ച മനുഷ്യനാണ് റിസ്വാൻ സാദിഖ്. നമ്മൾ ഈ പോഡ്കാസ്റ്റിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ് അദ്ദേഹമായിട്ട് വളരെ വ്യക്തിബന്ധമുള്ളൊരു മനുഷ്യനാണ് ഞാൻ. അദ്ദേഹം ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് പ്ലാനിൽ പോകുന്നൊരു പ്രോപ്പർട്ടിയെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ 1% എന്ന് പറഞ്ഞ പേയ്മെൻറ്റ് പ്ലാൻ ആക്കും. അങ്ങനെ അങ്ങനെ ആ കൺസ്ട്രക്ഷനിലിരിക്കുന്ന സാധനത്തിനെയാണ് 1% പേയ്മെൻറ്റ് പ്ലാൻ കൊടുത്തിട്ട് അദ്ദേഹം അത് ചെയ്യുന്നത്. മനസ്സിലായോ? ദുബായിലെ റെൻ്റൽ വെച്ച് നോക്കുമ്പോൾ ദുബായിലെ റെൻ്റൽ എന്ന് പറയുന്നത് ഏകദേശം ഞാൻ പറഞ്ഞ ROI എന്ന് പറയുന്നത് 12%. അപ്പോൾ ROI 12% എന്ന് പറയുമ്പോൾ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1%. അപ്പോൾ പ്രോപ്പർട്ടി വാല്യൂവിൻ്റെ 1%. അപ്പോൾ 100 മാസം EMI അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റെൻറ്റ് കൊടുക്കുന്ന പൈസയ്ക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർട്ടി മേടിക്കാം. ദാറ്റ് ഈസ് ഇൻ ദുബായ്. ബട്ട് ഇതെന്താണ്, കേരളമാണ്. കേരളത്തിൽ ROI എന്ന് പറയുന്നത് 3 to 4% ഉള്ളൂ. ഈ മനുഷ്യർ എങ്ങനെയാണ് ഈ റെൻറ്റ് വെച്ചിട്ട് ഈ കണക്കെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും അത്തരത്തിൽ ഇതായിട്ടുണ്ട്. അതെല്ലാം കോടതിയിൽ കേസ് കിടക്കുന്നുണ്ട്. എനിക്കറിയില്ല, അതിനെപ്പറ്റി എനിക്ക് ഒന്നും അറിയാൻ പാടില്ല. ഇപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി മേടിക്കുമ്പം നമുക്ക് ആൾക്കാരുടെ പൈസയുടെ ഇത് വെച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യുമ്പം നമുക്കിപ്പം പുവർ ആയിട്ടുള്ള ആൾക്കാർ, മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ, റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, അൾട്രാ ലക്ഷറി ആയിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ തരംതിരിക്കാം. ഇപ്പം വിമൻ്റെ അടുത്ത ആൾക്കാർ ഇപ്പം ഒബ്വിയസ്ലി പല കാറ്റഗറിയിൽ നിന്നും ആൾക്കാർ പ്രോപ്പർട്ടി മേടിക്കാൻ വന്നിട്ടുണ്ടാവും. അപ്പം ഈ ഇങ്ങനെ ഓരോ ക്ലാസിഫൈ ചെയ്ത് നമ്മളൊരു നോക്കുമ്പം
എന്തൊക്കെ ഡിഫറൻസ് ആണ് വിമൽ ശ്രദ്ധിച്ചിരിക്കുന്നത്? പൈസയുടെ ഓരോ വ്യത്യാസം എന്നെ വരുന്നത്. സംബന്ധിച്ച് എനിക്ക് അങ്കമാലിലാണ് എൻ്റെ ലോക്കൽ റിയൽ എസ്റ്റേറ്റിൻ്റെ ഓഫീസ്. അങ്കമാലി ടി.വി.എൻ. എൻ്റെ ദുബായിലും ഓഫീസ് വരുന്നുണ്ട്. ഇപ്പോൾ അങ്കമാലിയിൽ ഞാനിപ്പോൾ ഈ മാസം തന്നെ നടത്തിയിരിക്കുന്ന ഒരു സെയിൽ എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷക്കാരൻ ഒരു ചേട്ടൻ്റെ ഒരു 30 ലക്ഷം രൂപയുടെ ഡീൽ എൻ്റെ ഓഫീസ് നടത്തിയിട്ടുണ്ട്. അത് ഞാൻ ഇൻവോൾവ് ആയിട്ടുണ്ട്. ദുബായിൽ ഞാൻ നടത്തിയിരിക്കുന്ന ഒരു ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ഫിലിം ആക്ടറിന് വേണ്ടിയിട്ട് ഈ മാസം തന്നെ ഒരു സെയിൽ നടത്തിയിട്ടുണ്ട്. മലയാളി തന്നെയാണ്. ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ആക്ടറിന് വേണ്ടിയിട്ട് തന്നെ സെയിൽ നടത്തിയിട്ടുണ്ട്. എനിക്ക് ഇവർ രണ്ടുപേരും ഒരുപോലെയാണ്. എന്നെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും ഒരുപോലെയാണ്. എനിക്കങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് അതൊരു സെയിലാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവർ രണ്ടുപേരുടെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസമാണ്. ഈ പറഞ്ഞ ഓട്ടോറിക്ഷ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ 30 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ 30 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ആദ്യം ചേട്ടൻ വന്നു, പിന്നെ ഫാമിലി മക്കളായിട്ട് വന്നു, അത് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും വന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ വാസ്തു നോക്കുന്ന ചേട്ടന്മാർ വന്നു, വാസ്തു നോക്കുന്ന ആൾ വന്നു, പിന്നെ ആരൊക്കെയോ വന്നു. ഒരു 2-3 ആഴ്ച അതിൻ്റെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ആ പ്രോപ്പർട്ടി ഫൈനലൈസ് ചെയ്തത്. ഞാൻ പറഞ്ഞ ഈ ഫിലിം ആക്ടർ രാവിലെ വന്നു, പ്രോപ്പർട്ടി കണ്ടു, വൈകുന്നേരം ആയിപ്പോഴേക്കും അഡ്വാൻസ് കൊടുത്തു, അയാൾ അടുത്ത ഫ്ലൈറ്റിന് തിരിച്ച് കേരളത്തിലേക്ക് വന്നു. സോ ഇവിടെ ഒരു കാറ്റഗറി എന്ന് വെച്ചാൽ മിഡിൽ ക്ലാസ്, അത് അവരുടെ സാമ്പത്തികം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. പൈസ ഉള്ളവന് എന്ത് വേണമെങ്കിലും ചെയ്യാം, അതുകൊണ്ടായിരിക്കാം. പൈസ ഉള്ളവന് എന്ത് വേണമെങ്കിലും ചെയ്യാം, അതുകൊണ്ടായിരിക്കും അത്ര പെട്ടെന്നൊരു ക്വിക്ക് ഡിസിഷൻ. ഇവനെ സംബന്ധിച്ച് ഈ 30 ലക്ഷം രൂപ എന്ന് പറയുന്ന ആ ജീവിതകാലം മൊത്തം ഓട്ടോറിക്ഷ ഓടിച്ച് ഉണ്ടാക്കിയ പൈസ ആയിരിക്കും. അപ്പോൾ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവൻ അതനുസരിച്ച് ചിന്തിക്കും. അതിന് നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. പക്ഷേ അത്രയും ചിന്തിച്ചിട്ടായിരിക്കും അവർ നോക്കുന്നത്. മറ്റേ ആളുകൾ നോക്കുന്നത് എന്ത് റിട്ടേൺ കിട്ടും, എന്ത് പ്രോഫിറ്റ് കിട്ടും, എനിക്കിതിൽ നിന്ന് എത്ര റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും, അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് ഈ പ്രോപ്പർട്ടിക്ക് എത്ര ക്യാപിറ്റൽ അപ്രീഷിയേഷൻ പോകും. ഇത് മാത്രമാണ് റിച്ച് ആളുകൾ ശ്രദ്ധിക്കുന്നത്. ഇനി എങ്ങനെ അവൻ്റെ പൈസ മൾട്ടിപ്ലൈ ചെയ്യാം, ഇനി എങ്ങനെ അവൻ്റെ പൈസ കൂട്ടാം എന്നുള്ളതാണ് അവൻ ചിന്തിക്കുന്നത്. ഇവരെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൽ ഏറ്റവും സഹിക്കാൻ പറ്റാത്ത സാധനം എന്ന് പറയുന്നത് വാസ്തുവാണ്. ഈ വാസ്തു എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഞാൻ പറയുന്ന ഈ വാചകങ്ങൾ കാണിപ്പയ്യൂർ എന്ന് പറഞ്ഞ ഒരു അസ്ട്രോളജർ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ വാസ്തുവായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്. വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ ആ ഒരു സ്ഥലത്ത് ഉത്ഭവിച്ച വലിയ വീടുകളൊക്കെ പണിയുന്ന ആ ഒരു സമയത്തുണ്ടായ ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. അത് വലിയ വലിയ മനകളും വലിയ വലിയ ആർക്കിടെക്ചർ ചെയ്യുന്ന സമയത്ത് പുരാതന കാലത്തുണ്ടായ സാധനമാണ് ഈ വാസ്തുശാസ്ത്രം. അതൊരു 10 ഏക്കർ ലാൻഡെങ്കിലും ഉണ്ടെങ്കിലാണ് ഇന്നത്തെ വാസ്തുവൊക്കെ കംപ്ലീറ്റ് ആവുള്ളൂ. മലയാളിക്ക് എന്നാ വീടുണ്ടായി തുടങ്ങിയേ. എൻ്റെ ചെറുപ്പത്തിലൊന്നും പല ആളുകൾക്കും വീടുകളില്ല, ഓല മേഞ്ഞ കുടിലുകളായിരുന്നു. ഇപ്പോഴാണ് ഈ വീടുകളും ഈ പറഞ്ഞ പല വീടുകളെല്ലാം ഇപ്പോൾ വരുന്നത്. ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഈ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും പോവില്ല. അതായത് 100% വാസ്തു കംപ്ലീറ്റഡ് ആയിട്ടൊരു പ്രോപ്പർട്ടി പോലും നമ്മുടെ നാട്ടിലില്ല. വാസ്തുശാസ്ത്രം പറയുന്നത് ശുദ്ധമായ വായു, ശുദ്ധമായ വെളിച്ചം, ശുദ്ധമായ മറ്റ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ആ ഒരു രീതിയാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ കിഴക്കോട്ട് ദർശനമായിട്ട് വീട് പണിയണം. കാര്യം നമ്മൾ പണ്ട് വീടുകൾ പണിയുമ്പോൾ വൈദ്യുതികളൊന്നുമില്ല. അപ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്ന ദിക്കിൽ നിന്ന് സൂര്യപ്രകാശം നമ്മുടെ വീട്ടിലേക്ക് ആദ്യം അടിക്കുമ്പോൾ അവൻ നേരത്തെ എണീക്കും, അവൻ നേരത്തെ പണിക്ക് പോകും, നേരത്തെ കാര്യങ്ങൾ തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് അവൻ കിഴക്കോട്ട് ദർശനമായിട്ട് വീട് വെക്കണമെന്ന് പറയുന്നത്. എന്നാൽ അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച് പല പല കാര്യങ്ങളൊക്കെ ആക്കിയിട്ടാണ് ഇന്നത്തെ സമൂഹം മുന്നോട്ട് പോകുന്നത്. അതിനെ ക്യാഷ് ആക്കുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. 2 അനുഭവം ഞാൻ പറയാം. അതിൽ ആദ്യത്തെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ കഴിഞ്ഞ മാസമല്ല, കഴിഞ്ഞ 2-3 മാസം മുമ്പ് തിരുവനന്തപുരം താജ് വിവാന്തയിൽ വെച്ചിട്ട് ഞങ്ങളൊരു ദുബായ് പ്രോപ്പർട്ടി എക്സ്പോ സംഘടിപ്പിച്ചിരുന്നു. ഒരുപാട് ആളുകൾ പങ്കെടുത്ത 10-75ഓളം ആളുകൾ പങ്കെടുത്ത ഒരു ഇവൻ്റാണ്. അതിനകത്തൊരാൾ വന്നു, ദുബായിൽ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ വാസ്തു കൺസൾട്ടൻ്റാണ്. ഞാൻ വാസ്തു നോക്കി എൻ്റെ ഒരുപാട് ഫിലിം ആക്ടേഴ്സിൻ്റെയും കുറേ പ്രമുഖരായ ആളുകളുടെ പേരൊക്കെ പറഞ്ഞു. ഇവരൊക്കെ പ്രോപ്പർട്ടി മേടിക്കണമെങ്കിൽ എന്നെ കൺസൾട്ട് ചെയ്തിട്ടേ മേടിക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്, ദുബായ് എങ്ങനെയാണ് ഈ ഉയരങ്ങളിൽ എത്തിയെന്ന് തനിക്കറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അതിന് ദുബായിനെ ഒരു ജോഗ്രഫി എടുത്തിട്ട് പുള്ളി ഇങ്ങനെ കീറി മുറിച്ചിട്ട് അതിന് എന്തൊക്കെയോ കോണുകളോ എന്തൊക്കെയോ കണക്കുകൾ പറഞ്ഞു. ഇത് കണ്ടോ, ദുബായിയുടെ കന്നിമൂലയ്ക്കാണ് ലോകത്തെ ഏറ്റവും ഉയർച്ചയുള്ള ബുർജ് ഖലീഫ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ദുബായ് അങ്ങോട്ട് ഉയരങ്ങളിലേക്ക് പോയത്. എന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറയാം, പുള്ളിക്ക് ആകെ 1.5 കോടി രൂപ ബഡ്ജറ്റുള്ളൂ. ഈ 1.5 കോടി കിട്ടുന്ന സകല അപ്പാർട്ട്മെൻറ്റിൻ്റെയും
അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഫ്ലോർ പ്ലാനുകളൊക്കെ എനിക്ക് അയക്കുക. ഇതൊക്കെ നോക്കിയിട്ട് വാസ്തു നോക്കിയിട്ട് ഞാൻ ഒരെണ്ണം തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഏട്ടാ, ഞാൻ വൈകാതെ തന്നെ അയച്ചേക്കാം എന്നും പറഞ്ഞു വിട്ടു. പിന്നെ എനിക്ക് വേറെ അവിടെ ആയിരക്കണക്കിന് ആളുകൾ വേറെ പ്രോപ്പർട്ടി മേടിക്കാൻ നിൽക്കണം. ഇയാൾക്ക് അയച്ചു കൊടുത്തിട്ട് എന്ത് കാണിക്കാനാ? ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. പിന്നെ ഇതിനെ വേറെ രീതിയിലേക്ക് വായിക്കുന്നത്. ഇതേപോലെ തന്നെ ഞാൻ നാട്ടിലൊരു കച്ചവടം നടത്തി. നമ്മുടെ അങ്കമാലിയിലൊരു പ്രോപ്പർട്ടി ഡീൽ നടത്തി. ആ സമയത്ത് പാലക്കാട് നിന്ന് ഒരു വാസ്തു കൺസൾട്ടൻറ്റ് വന്നു. അപ്പോൾ ഈ വാസ്തു വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അയാൾ എയർപോർട്ടിൽ ഉദ്യോഗസ്ഥനാണ്. കൊച്ചിൻ സിയാൽ എയർപോർട്ടിലൊരു ഉദ്യോഗസ്ഥനാണ് ഈ പ്രോപ്പർട്ടി മേടിക്കാൻ തന്നെ. അപ്പോൾ ഇയാളുടെ അടുത്ത് ഞാൻ വാസ്തു വേണോ നമുക്ക് ഒരു വേറെ നോക്കിയപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല, ഒരു എക്സ്പെർട്ടായിട്ടുള്ളൊരു വളരെ സയൻറ്റിഫിക് ആയിട്ട് നോക്കുന്നൊരു മനുഷ്യനുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഇയാൾ വന്ന വഴി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വളരെ മറ്റു വാസ്തു കൺസൾട്ടനെ പോലെയൊന്നുമല്ല, ഞാൻ വളരെ സയൻറ്റിഫിക് ആയിട്ട് മാത്രമേ പ്രോപ്പർട്ടി നോക്കുകയുള്ളൂ. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഒരു പെൻഡുലും ഉണ്ട്. അതായത് നമ്മളുടെ ഈ ആശാരിമാരൊക്കെ മറ്റേ തൂക്കുകെട്ടാന്ന് പറയില്ലേ, ഒരു എന്തായാലും ഇരുമ്പാണ്, ഒരു കിലോ 1.5 കിലോ എന്തായാലും വെയിറ്റ് ഉണ്ടാവും. അത് പുള്ളി ഈ ഒരു വിരലിൽ തൂക്കിയിട്ടു. എന്നിട്ട് പുള്ളി നമ്മുടെ ഈ വെയിൻ ഉണ്ടല്ലോ, ഈ വെയിൻ കാണിച്ചു പറഞ്ഞു ഞാൻ ഇതും കൊണ്ട് ഇവിടെയൊക്കെ നടക്കും. അപ്പോൾ നെഗറ്റീവ് എനർജി ഉള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ എൻ്റെ ഈ വെയിൻ തടിച്ചു വരും, ഇത് നീല കളറാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ഥലം നെഗറ്റീവ് എനർജി ആയിരിക്കും. അതിൻ്റെ കണക്കുകൾ വെച്ചിട്ടായിരിക്കും ഞാൻ ഈ പ്രോപ്പർട്ടിയുടെ ഫ്യൂച്ചർ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കും ഇൻട്രസ്റ്റഡ് ആയി. കൊള്ളാലോ, ഈ മെഷീൻ ഉണ്ടെങ്കിൽ 2 എനിക്കും മേടിക്കാമെന്ന് ഞാനും വിചാരിച്ചു. പുള്ളി സ്വാഭാവികമായിട്ടും നടന്നു. അവസാനമായപ്പോൾ ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിയുടെ ഞരമ്പ് തടിച്ചു വന്നു. കാര്യം നമ്മളുടെ ഈ ഒരു വിരലിൽ ഒരു കിലോൻ്റെ വെയിറ്റ് തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഈ ഞരമ്പ് ഏത് മനുഷ്യൻ്റെയും തടിച്ചു വരും. പിന്നെ പുള്ളി പറഞ്ഞു ആ നടന്ന് എത്തിയ സ്ഥലം കണ്ടോ, എൻ്റെ ഞരമ്പ് തടിച്ചു വന്നേക്കണ കണ്ടോ, ഈ സ്ഥലം ഇതിൻ്റെ എന്തോ ഒരു മൂലയാണ്, ഇവിടെ ഈ നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ട് ഈ പ്രോപ്പർട്ടി മേടിക്കരുത് എന്നും പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഈ പറഞ്ഞു ആ സാറിൻ്റെ അടുത്ത് പറഞ്ഞു സാറ് ഈ വെയിൻ നോക്കുന്ന അല്ലെങ്കിൽ ഈ ഞരമ്പ് തടിക്കുന്ന നോക്കിയിട്ട് പ്രോപ്പർട്ടി മേടിക്കാൻ നടന്ന സാറ് ജീവിതത്തിൽ പ്രോപ്പർട്ടി മേടിക്കില്ല എന്ന്. എനിക്ക് തോന്നുന്നു ഈ സംഭവം നടന്നിട്ട് ഒരു 5 വർഷമായിട്ടുണ്ട്, ഇപ്പോഴും പുള്ളി പ്രോപ്പർട്ടി മേടിച്ചിട്ടില്ല. ഓ, അപ്പൊ അല്ല, നമ്മൾ കാണിച്ച പ്രോപ്പർട്ടീസ് അല്ലേ ഇല്ലേ? അതൊക്കെ പിറ്റേ ദിവസം തന്നെ ഞാൻ കച്ചവടാക്കി. പക്ഷേ അവരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നോക്കി നടക്കുന്ന ആളുകൾ ഒരുപാട്. പക്ഷേ ഈ വാസ്തുശാസ്ത്രത്തിൽ കണക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ കൃത്യമായിട്ട് നോക്കി പറയുന്ന ആളുകളുണ്ട്, അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ആൾ. എല്ലാവരും കുറ്റം പറഞ്ഞതല്ല, യൂട്ടിലൈസ് ചെയ്യുന്ന രീതി, തച്ചുശാസ്ത്രം, വാസ്തുശാസ്ത്രം അതൊരു കണക്കാണ്, ഒരു ആർക്കിടെക്ചർ കണക്കാണ്. അത് നോക്കുന്ന ആളുകൾക്ക് അത് ചെയ്യാം. നമ്മൾ ഇപ്പം ഒരു IT ഹബ്ബിൽ ഇപ്പം അവിടെ ബിസിനസ്, ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെ ഇപ്പോൾ വേറൊരാൾ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ലാൻഡ് എന്തെങ്കിലും എടുത്തിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കൂ. കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ഇത്രയും ഒരു മെജോറിറ്റി ഓഫ് ഒരു ക്ലസ്റ്റർ ആണല്ലോ ഇത്. ആ മെജോറിറ്റി ഓഫ് ബിസിനസ്സിൽ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഇപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്യാണ്. വിൽ ഇറ്റ് വർക്ക്? അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ബിസിനസ് നടത്തിയാൽ മാത്രമാണോ വിജയിക്കുക? അല്ല, ഈ ക്രൗഡ് പുള്ള് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അവിടെ ഏത് ബിസിനസ്സും നടക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ മാമാമുഖം തൊട്ട് നമ്മളുടെ ആലുവ മണപ്പുറം തൊട്ട് ഏത് എടുത്തു നോക്കിയാലും അവിടെ ക്രൗഡ് വരുന്നു. അവിടെ എന്തൊക്കെ ബിസിനസ് നടക്കുന്നുണ്ട്, പല ബിസിനസ്സുകളും നടക്കും. അപ്പോൾ ഒരു ക്രൗഡ് പുള്ള് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ IT പാർക്കിൻ്റെ അടുത്ത് എന്തായാലും ആളുകൾ വരും, കുട്ടികൾ വരും, നല്ല ജനറേഷൻ വരും. അവർക്ക് സ്വാഭാവികമായിട്ട് പുതിയ മോഡേൺ ഡ്രസ്സുകൾ വേണ്ടി വരും. അപ്പോൾ പുതിയ ബൊട്ടിക്കുകളുടെ വേണ്ടി വരും. അവർക്ക് ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് 24x കഫേകൾ വേണ്ടി വരും. ഒക്കെ ഇത് എല്ലാ ബിസിനസ്സും ഇത് എപ്പോഴും നമ്മളൊരു സിവിൽ സൊസൈറ്റിയാണ്. അപ്പോൾ ആ സിവിൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അവിടെ ജനക്കൂട്ടം ഉണ്ടാവുന്ന സ്ഥലത്ത് ഏത് ബിസിനസ്സും വിജയിക്കും. ഇനി കേരള റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ ദുബായ് റിയൽ എസ്റ്റേറ്റിനെ പറ്റി പറയുമ്പോൾ ഞാൻ ദുബായ് ബൂമിംഗ് ആണെന്ന് പറയും. ദുബായ് റിയൽ എസ്റ്റേറ്റിൽ നിൽക്കുന്ന എല്ലാ ആളുകളും ഇത് തന്നെ പറഞ്ഞിരിക്കും. കേരള റിയൽ എസ്റ്റേറ്റ് മോശമാണെന്നാണ് പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരള റിയൽ എസ്റ്റേറ്റ് മോശമല്ല. കേരള റിയൽ എസ്റ്റേറ്റിൽ വലിയ കുതിച്ചുചാട്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ NH66 പണി നടക്കുന്നുണ്ട്, നമ്മളുടെ വിഴിഞ്ഞം ആ ഒരു ലൈനിൽ വരുന്നുണ്ട്. ഇതിൻ്റെ പരിസരത്തുള്ള മുഴുവൻ ലാൻഡുകളും ഇന്ന് പല കുത്തക മുതലാളിമാരും ഇന്ന് കീഴടക്കി കഴിഞ്ഞു. നമ്മുടെ വിഴിഞ്ഞത്തൊക്കെ ഓൾറെഡി ഇപ്പോൾ ലാൻഡ് ബാങ്കിങ് കേരളത്തിൽ ലാൻഡ് ബാങ്കിങ് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. പ്രൈസ് എല്ലാം നല്ല രീതിയിൽ പോകുന്നു, നമ്മളിത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ പണ്ട് പ്രോപ്പർട്ടി മേടിച്ച വിലയും ഇപ്പോൾ കേരളത്തിൽ പ്രോപ്പർട്ടി മേടിച്ച വിലയും നമ്മൾ കമ്പാരിസൺ നടത്തിയാൽ മതി. നല്ല രീതിയിലുള്ള പ്രൈസ് അപ്രിസിയേഷൻ സംഭവിക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ഈ ദുബായ് റിയൽ എസ്റ്റേറ്റ് മുയലിനെ പോലെ ഓടുകയാണെങ്കിൽ കേരള റിയൽ എസ്റ്റേറ്റ് ആമയെ പോലെ പയ്യെ ഇഴഞ്ഞു നീങ്ങുകയാണ്. ആ മുയൽ നിന്ന് കഴിഞ്ഞാൽ തീർന്നു, നിൽക്കാൻ സാധ്യതയില്ല. പക്ഷെ ആ മുയൽ ഓടിക്കൊണ്ടേയിരിക്കും. ഇത് ഇങ്ങനെ പതുക്കെ ആണെങ്കിലും കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ NH66 കടന്നു വരവ്, പിന്നെ നമ്മളുടെ ഇടതുപക്ഷ സർക്കാർ ഒരു ചെറിയൊരു പോളിസി
വ്യത്യാസം വരുത്തി. നമ്മൾ ഭൂപരിഷ്കരണ നിയമം എന്ന് കേട്ടിട്ടുണ്ടാവും. ഉം. ഭൂപരിഷ്കരണ നിയമപ്രകാരം 15 ഏക്കർ ഭൂമിയാണ് ഒരു വ്യക്തിക്കോ ഒരു കമ്പനിക്കോ ഓൺ ചെയ്യാൻ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു നല്ലൊരു കമ്പനി, നല്ലൊരു വ്യവസായം, നല്ലൊരു തൊഴിൽ സംരംഭം ഇവിടെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ഭൂപരിഷ്കരണ നിയമം വലിയ ഒരു വിലങ്ങുതടിയായിരുന്നു. യെസ്. അതിന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി സ്പെഷ്യൽ അപ്രൂവൽ മേടിച്ച് സ്പെഷ്യൽ ഓർഡേഴ്സ് മേടിച്ച് അവിടെ പലതരത്തിലുള്ള ഈ പറഞ്ഞ പിൻവാതിൽ കാര്യങ്ങൾ നടന്നാൽ മാത്രമായിരുന്നു ഒരു കമ്പനി. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് വലിയ വലിയ കമ്പനികൾക്ക് വരാനായിട്ടൊരു മടിയായിരുന്നു. സോ റീസെൻ്റ്ലി നമ്മളുടെ ഈ പറഞ്ഞ ഗവൺമെൻറ് ഒരു പോളിസി ചേഞ്ച് കൊണ്ടുവന്നു. അതായത് ഇപ്പോൾ 15 ഏക്കറിൽ കൂടുതൽ ലാൻഡും കമ്പനികൾക്ക് ഓൺ ചെയ്യാം. അതായത് കൊമേഴ്ഷ്യൽ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാം. പക്ഷേ ഇത്ര അഡീഷണൽ എടുക്കുന്ന ഇത്ര ഏക്കർ ലാൻഡിനും എത്ര 500 600 ജോലി അവസരങ്ങൾ സൃഷ്ടിക്കണം എന്നൊരു ഇതും കൂടി കാണിച്ചിട്ട് കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലേക്ക് ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട്. ആ കമ്പനികളിൽ ജോലി ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ സാധ്യതകൾ, മാൻ പവർ വിനിയോഗിക്കുന്നുണ്ട്. അപ്പോൾ കേരളവും പതുക്കെ പതുക്കെ മുന്നോട്ട് ഡെവലപ്പ് പോകുന്നുണ്ട്. എനിക്ക് ആയിക്കൊണ്ടിരിക്കുക. ദുബായ് റിലേഷൻ എന്ന് പറഞ്ഞ് ഞാനിവിടെ വന്നിരുന്നിട്ട് കേരളത്തെ കുറ്റം പറയാൻ ഒരിക്കലും ഞാൻ തയ്യാറല്ല. കേരളവും പതുക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അതനുസരിച്ച് നമ്മുടെ ഗവൺമെൻറ്റും പോളിസീസിലും മാറ്റമുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി വന്ന വേറൊരു നിയമം, നമുക്ക് പണ്ട് നമ്മളുടെ വീട്ടിൽ ചെറുകിട സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പഞ്ചായത്ത് ലൈസൻസ് അനുവദിക്കില്ലായിരുന്നു. ഇന്ന് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന വീട്, ഇപ്പോൾ ഒന്നാം നില ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു തയ്യൽ യൂണിറ്റോ അല്ലെങ്കിൽ എന്ത് ചെറുകിട സംരംഭം നടത്താനുള്ള ലൈസൻസ്, ഗാർഹിക ഒരു വീട് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി തന്നെ ഇന്ന് പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് അനുവദിക്കുന്ന ഒരു നിയമം ഈ കഴിഞ്ഞ മാസം നമ്മളുടെ കേരള ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കേരള ഗവൺമെൻറ് മാറുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കേരള റിയൽ എസ്റ്റേറ്റിനെയൊക്കെ ബാധിക്കും. ഈ പറഞ്ഞ വൻകിടത്തിൽ ഞാൻ പറഞ്ഞ ഭൂപരിഷ്കരണ നിയമത്തിൽ കൊണ്ടുവന്നത് ഇതാണെങ്കിലും ഈ ചെറുകിട സംരംഭത്തിൽ ഈ പറഞ്ഞ വ്യത്യാസങ്ങളെല്ലാം കേരളത്തെ മുന്നോട്ട് നയിക്കും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കണം എന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ നാട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥലങ്ങൾക്ക് ചില സമയത്ത് വില കൂടും, ചില സമയത്ത് വില കുറയും. ഇതിനൊരു ബേസിസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. ഏതെങ്കിലും ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ടോ? ഒരുപാട് പേരുണ്ട്. അതിലിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പം എൻ്റെ നാട് അങ്കമാലിയാണ്. അങ്കമാലിക്കടുത്ത് അയ്യമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. ഈ സ്ഥലത്ത് ഒരു സെൻറ്റിന് ഒരു 20,000 രൂപ 25,000 രൂപയായിരുന്നു ഒരു 2016 ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഭൂമികൾ ചില ആളുകൾ ഒരുപാട് ഏക്കർ കണക്കിന് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. പല പല ആളുകളുടെ പേരിലാക്കിയിട്ടും പല പല കമ്പനികളുടെ പേരിലായിട്ടും അഗ്രികൾച്ചർ ലാൻഡായിട്ടും ഏക്കർ കണക്കിന് ഭൂമികൾ വാങ്ങിച്ചു കൂട്ടി. ഇതെന്തിനാണ് വാങ്ങിച്ചു കൂട്ടണമെന്നുള്ള കാര്യം പല ആളുകൾക്കും അറിയില്ലായിരുന്നു. പിന്നീട് അവിടെ നമ്മളുടെ ഗവൺമെൻറ് തന്നെ ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്റ്റ് ഡിക്ലെയർ ചെയ്തു. ആ പ്രൊജക്റ്റ് ഡിക്ലെയർ ചെയ്തതോടുകൂടി തന്നെ അവിടെ ഗവൺമെൻറ് തന്നെ ഭൂമിക്ക് വില നിശ്ചയിച്ചിരിക്കുന്നത് സെൻറ്റിന് 2 ലക്ഷം രൂപയാണ്. തൊട്ട് മുമ്പ് 20,000 രൂപയും 30,000 രൂപ ഉണ്ടായിരുന്ന സ്ഥലത്തിന് ഗവൺമെൻറ് തന്നെ 2 ലക്ഷം രൂപ. ഇപ്പോൾ അവിടെ വലിയ വലിയ വികസനങ്ങളും ഇപ്പോൾ റീസെൻ്റ്ലി ഏതോ ഒരു കമ്പനി അവിടെ ഒരു ടൗൺഷിപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒരു നോർത്ത് ഇന്ത്യൻ കമ്പനി ആ ഏരിയയിൽ ടൗൺഷിപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒരു കാട് പിടിച്ച ഒരു പ്രദേശമായിരുന്നു. പക്ഷേ ഇതൊക്കെ ആരൊക്കെയോ മുൻകൂട്ടി അതിനെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ വേല നടത്തുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള വലിയ വലിയ കളികളിലേക്കൊന്നും പോകാൻ പാകത്തിനോ അല്ലെങ്കിൽ ആളുകളുടെ പേര് വെളിപ്പെടുത്താനൊന്നും ഞാൻ വളർന്നിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഒക്കെ നടക്കുന്ന ഗെയിംസ് എന്താണ് എന്ന് മനസ്സിലാവും. അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഇതേപോലെ പല സ്ഥലങ്ങളുണ്ട് ഈ കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള നടക്കുന്നത്. ഇതൊക്കെ വലിയ വലിയ ആളുകളുടെ ഒരാളാവില്ല, ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണ് പറയുന്നത്. സോ അതൊക്കെ അങ്ങനെ നടന്നോട്ടെ. ഞാൻ സാധാരണക്കാരൻ്റെ ഒരു ഇടത്തരക്കാരൻ്റെ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻ്റായിട്ട് നിലനിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. ഇടത്തരക്കാരെന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ ആളുകളുടെയും ചെയ്യും. പക്ഷെ ഇത്തരത്തിലുള്ള മാഫിയകളുടെ പുറകെ പോകാൻ എനിക്ക് താല്പര്യമില്ല. സോ നമ്മൾ ഈ ഒരു എപ്പിസോഡിൻ്റെ വൈൻഡപ്പിലേക്ക് വരികയാണ്. സോ ഇതിലിപ്പം എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും കുറച്ച് ഇതിൽ ഒരു ക്ലാരിറ്റി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ പണ്ട് കാട് പിടിച്ച് കിടന്നിരുന്നൊരു സ്ഥലമാണ് കാക്കനാട്. ഇപ്പോൾ അതൊരു ഇൻഫോ പാർക്ക്, IT ഒരു ഹബ്ബായിട്ട് തന്നെ മാറി. സോ കേരളത്തിൽ ഇനി വികസനം വന്ന് അല്ലെങ്കിൽ ക്രൗഡ് വരാൻ പോകുന്ന ഒരു ടോപ്പ് 5 പ്ലേസസ്, ലൊക്കേഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ ടോപ്പ് 5 ലൊക്കേഷൻസ് പറയാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം അതിൽ കൂടുതലുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ നമുക്ക് അങ്ങനെയാണ്.
പ്രത്യേകിച്ച് നമ്മളുടെ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളെല്ലാം അതിനകത്ത് വ്യത്യാസങ്ങൾ കൊണ്ടുവരും. എനിവേ നമ്മളുടെ ഈ NH-66 എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ലൈഫ് ലൈനായിട്ട് മാറാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആക്സസിബിലിറ്റി കിട്ടുന്ന സ്ഥലങ്ങളെല്ലാം കയറും. ഇപ്പോൾ വിഴിഞ്ഞമൊക്കെ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. പിന്നെ മെട്രോൻ്റെ ആക്സസ് ഇപ്പോൾ നമ്മൾ ആലുവ വരെയാണ് മെട്രോ ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ മെട്രോ ഇനി അങ്കമാലിക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതെ. അങ്കമാലി നല്ലൊരു പ്ലേസാണ്. അങ്കമാലിയിൽ പ്രൈസ് നല്ല രീതിയിൽ കയറാനായിട്ട് സാധ്യതകൾ കാണുന്നുണ്ട്. കാക്കനാട് ഇപ്പോൾ ഇൻഫോ പാർക്കിൻ്റെ പുതിയൊരു ഫേസ് വരാൻ പോകുന്നുണ്ട്. അവിടെ സ്വാഭാവികമായിട്ടും പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഡെവലപ്മെൻറ്റ് വരുന്ന എല്ലാ സ്ഥലങ്ങളിലും തീർച്ചയായിട്ടും പ്രൈസ് ഇൻക്രീസ് ചെയ്യും. കേരളത്തിൻ്റെ പ്രൈസ് അങ്ങനെ താഴേക്കൊന്നും പോയിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് ഇന്ത്യ റിയൽ എസ്റ്റേറ്റിൻ്റെ കണക്കുകൾ എടുത്ത് നോക്കിയപ്പോൾ മുംബൈയും ഡൽഹിയും എല്ലാം പ്രൈസ് താഴേക്ക് പോയി. ചില സ്ഥലങ്ങളെല്ലാം പ്രൈസ് അനങ്ങാതെ സ്റ്റേബിളായിട്ട് നിന്നു. പക്ഷേ പ്രൈസ് ഇൻക്രീസ് ചെയ്തത് കേരള റിയൽ എസ്റ്റേറ്റിൽ മാത്രമാണ്, കൊച്ചി റിയൽ എസ്റ്റേറ്റിൽ മാത്രമാണ്. ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ മെറീന വൺ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഉണ്ട്. യെസ് യെസ് യെസ്. സോ അത് 2 കോടിക്കും 2.25 കോടിക്കും ഞാൻ അതിനകത്ത് അപ്പാർട്ട്മെൻറ്റ് വിട്ടിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 3 കോടിയാണ്. 1 കോടിയുടെ അപ്രിസിയേഷൻ വന്നിട്ടുണ്ട്. സോ അപ്പോൾ കേരളത്തിലും പ്രൈസ് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളവും മോശമൊന്നുമല്ല, ദുബായും മോശമൊന്നുമല്ല. പിന്നെ ടാക്സിൻ്റെ സ്റ്റെബിലിറ്റിയും പിന്നെ ഈ പറഞ്ഞ പാഷനേറ്റൊക്കെ ആയിട്ടാണ് ആളുകൾ ദുബായിയുടെ മാറ്റങ്ങൾ കാര്യങ്ങൾ വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പം ദുബായ് റിയൽ എസ്റ്റേറ്റ് ആയാലും ഇതൊരു ന്യൂ ഫ്രഷ് എപ്പിസോഡാട്ടോ. എന്നെ സംബന്ധിച്ച് നമ്മൾ ഇതേവരെ അധികം സംസാരിക്കാത്തൊരു ജോൺറയിൽ നിന്നിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു. ആൻഡ് ഇറ്റ് ഫീൽസ് ഗുഡ് ഇത് ആൾക്കാരിലേക്ക് എത്തിക്കാനും. ഇതിലിപ്പോൾ ഒരുപാട് പേര് നമുക്ക് ഒരു പ്രോപ്പർട്ടി മേടിക്കാനോ അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് സെല് ചെയ്യാനോ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. സോ ഇഫ് യു വോണ്ട് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദെം, ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി എന്നുള്ളതാണ് ഇവരുടെ കമ്പനിയുടെ പേര്. എല്ലാ ഡീറ്റെയിൽസും നമ്മളിവിടെ കൊടുക്കുന്നതായിരിക്കും. സോ വിമൽ, താങ്ക് യു സോ മച്ച് നമുക്ക് ഇത്രയധികം സമയം തന്നതിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിലും. സോ താങ്ക് യു സോ മച്ച്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് പിങ്ക് ഇറ്റ്.